പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭയിൽ ദീർഘദിവസ ഉപവാസ പ്രാർത്ഥനകൾ ലോക്കൽ തലങ്ങളിൽ മാത്രമേ നടന്നിരുന്നുള്ളൂ കുറേ വർഷങ്ങളായിട്ട്. എന്നാൽ ഇപ്പോൾ അത് കുമ്മനാട്ട് പന്തലിൽ നടത്തുവാൻ ദൈവദാസന്മാർക്ക് ദൈവം പ്രത്യേക പ്രേരണ നൽകുകയും അത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുകയും ഇന്ന് യുവജനങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘദിവസങ്ങൾ സഭയായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിലയേറിയ അനുഭവങ്ങൾ നമുക്കിനിയും ഉണ്ടാകട്ടെ. പ്രാർത്ഥനയാൽ മാറ്റങ്ങൾ സംഭവിക്കും. സഭയിലും സമൂഹത്തിലും കുടുംബത്തിലുമെല്ലാം മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജനം തയ്യാറാകണം. പ്രാർത്ഥന ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുമ്പോൾ ദൈവം വ്യക്തികളിൽ, അവരുടെ ചിന്തകളിൽ, കാഴ്ചപ്പാടുകളിൽ, പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം ദൈവം തന്നെ വരുത്തും. പൂർണ്ണമായി വിശുദ്ധരായ ശേഷം പ്രാർത്ഥിക്കാൻ കാത്തിരിക്കേണ്ട. പ്രാർത്ഥിക്കാൻ ഒരു ആത്മാർത്ഥത കാണിച്ചാൽ വിശുദ്ധിയിലേക്ക് ദൈവം നയിച്ചുകൊള്ളും. അശുദ്ധിയിൽ അധികം കാലം പ്രാർത്ഥിക്കാൻ ഒക്കുകയില്ല. ഒന്നെങ്കിൽ പ്രാർത്ഥന നിർത്തും, അല്ലെങ്കിൽ അശുദ്ധ ജീവിതം നിർത്തും. പാപത്തിൽ തുടർന്നുകൊണ്ട് പ്രാർത്ഥനയിൽ തുടരാൻ സാധിക്കുകയില്ല. ഒന്നെങ്കിൽ പ്രാർത്ഥന നിർത്തും, അല്ലെങ്കിൽ പാപം നിർത്തും. ഭിന്നതയിൽ തുടർന്നുകൊണ്ട് അധികം കാലം പ്രാർത്ഥിക്കാൻ ഒക്കുകയില്ല. ഒന്നെങ്കിൽ പ്രാർത്ഥന നിർത്തും, അല്ലെങ്കിൽ ഭിന്നത പരിഹരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയൊരു ഒറ്റമൂലിയാണ്, ഒരു സിദ്ധൌഷധമാണ്. അത് ജനങ്ങളിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും, സഭകളിൽ നിന്നും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് ദുഃഖകരമായ സത്യമാണ്. സ്ഥലവും സഭയൊന്നും പറയാതെ ഞാൻ പറയാം. കുറച്ച് ചെറുപ്പക്കാർ കുറേ ദിവസത്തെ യോഗം കഴിഞ്ഞപ്പോൾ ഒരു 10-20 പേരടങ്ങുന്ന ഒരു ചെറുപ്പക്കാരുടെ ഗ്രൂപ്പ് ചീഫ് ഗസ്റ്റായിട്ട് വന്ന പാസ്റ്ററോട് മാത്രം സംശയം ചോദിക്കണം, അതിനൊരു സമയം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പേരൻസ് ഇരിക്കാൻ പാടില്ല, ലോക്കൽ പാസ്റ്റർ ഇരിക്കാൻ പാടില്ല, മറ്റാരും ഇരിക്കരുത്, വെളിയിൽ നിന്ന് വന്ന പാസ്റ്റർ മാത്രം ഇരിക്കണം എന്ന് പറഞ്ഞാൽ ആ പാസ്റ്റർ അവരെ അറിയത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സ് തുറന്നൊന്ന് സംശയം ചോദിക്കാനാണ്. അപ്പോൾ അവർ ചോദിച്ച എല്ലാ സംശയവും വെളിയിൽ പറയാനൊക്കുകയില്ല. വെളിയിൽ പറയുകയില്ലെന്ന് വാക്ക് കൊടുത്തപ്പോഴാണ് അവർ ചോദിച്ചത്. എന്നാൽ ഒരെണ്ണം പറയാം, അതെന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ചതും നമുക്ക് പ്രയോജനം വരുന്നതുമാണ്. അവരെന്നോട് ചോദിച്ചത്, എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അപ്പം ഞാൻ ചോദിച്ചു, ബ്രദർ പ്രാർത്ഥിക്കാറില്ലേ? ഇല്ല, ഞാൻ പ്രാർത്ഥിക്കാറില്ല. അപ്പോൾ അന്നും എല്ലാ മീറ്റിങ്ങിനും ഉണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ സൺഡേ സ്കൂളിലെ യുവജന പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാറില്ലേ? ഇല്ല. അതെന്താ പ്രാർത്ഥിക്കാത്ത? ഈ ഒരു വശത്തോട്ട് തന്നെ വർത്തമാനം പറഞ്ഞിട്ട് തന്നെ കാര്യം, ഇങ്ങോട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പം മനസ്സിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇതെവിടെയാണെന്നൊന്ന് അറിയണം അല്ലേ? അത് പറയുകയല്ല. അപ്പം അതല്ല, ഇവിടെയും ചിലപ്പോൾ കാണുമല്ലോ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പിന്നെ അപ്പനെയും അമ്മയും പേടിച്ചിട്ട് അവർ സൺഡേ സ്കൂളിലും വരുന്നുണ്ട്, പിന്നെ എന്തിനും വരുന്നുണ്ട്, PIPക്ക് വന്ന് ബൈബിൾ ക്യൂസ് നടത്തി ഫസ്റ്റും പേടിക്കുന്നുണ്ട്. ഞാൻ വല്ലാതെ അങ്ങ് ഷോക്കായി. ഞാൻ ചോദിച്ചു, മോനെ ആ ചോദ്യം ഒന്നുകൂടി ഒന്ന് ചോദിക്കാം. അല്ല, ഈ ഒരു വശത്തോട്ട് തന്നെ വർത്താനം പറഞ്ഞാൽ എന്നാ ഗുണം? ഇങ്ങോട്ടൊന്നും മിണ്ടി കേൾക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പം നിരീശ്വരവാദികളെ തപ്പി നമ്മൾ റഷ്യയിലോട്ട് പോകണ്ട, എവിടെയുണ്ട്? ഇതിനിടയിൽ ഇരിപ്പുണ്ട്. അപ്പോഴാണ് എനിക്ക് എബ്രായ ലേഖനത്തിലെ ഒരു വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായത്. ഇതുവരെ ഞാൻ കഴിഞ്ഞു കിടക്കുമായിരുന്നു ആ വാക്യത്തിന്. കാരണം വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയതാണ് എബ്രായ ലേഖനം. അതിനകത്ത് 11-ാം അധ്യായത്തിലൊരു വാക്ക്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണമെന്ന്. അപ്പം മൂലഭാഷയൊന്നും നോക്കിയിട്ട് ഒരു പ്രയോജനമില്ല. അതിനകത്ത് പൗലോസ് വിശ്വാസികളോട് ഇങ്ങനെ പറയാൻ എന്നാ കാര്യം? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണമെന്ന്.
അപ്പം നമ്മുടെ ഭാഷ പറഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നവർ എന്ത് വിശ്വസിക്കണം? അപ്പം ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവരും കാണും, പ്രോഗ്രാമിനകത്തില്ല. ഒരു വാക്കൂടെ ഞാൻ കടത്തി പറഞ്ഞാൽ തെറ്റുകയില്ല. പ്രസംഗിക്കാൻ പറഞ്ഞാൽ പുള്ളിയും എന്ത് ചെയ്യും? ഒരു 45 മിനിറ്റ് തകർത്തടിച്ച് പ്രസംഗിക്കും. പക്ഷെ എന്തില്ല? ദൈവം ഉണ്ടെന്ന് പുള്ളിക്ക് വിശ്വാസമില്ല. അപ്പോൾ ഒരു വാക്യത്തിന് കുറിവാക്യം കണ്ടുപിടിക്കാൻ ഇപ്പം ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ. ഒരു 10-12 വാക്യമൊക്കെ ചേർത്ത് വേണമെങ്കിൽ നമുക്കൊരു ആരും ഉറക്കം തൂങ്ങാത്ത പോലെയൊക്കെ പറയാം. പക്ഷെ ദൈവത്തെ തൊട്ട ആളുകൾക്ക് മാത്രമേ ആത്മാക്കളെ തൊടാൻ പറ്റത്തുള്ളൂ. ദൈവത്തെ സ്പർശിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, പ്രാർത്ഥന. പ്രാർത്ഥന കൊണ്ടല്ലാതെ നമുക്ക് ദൈവത്തെ തൊടാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ കൈക്ക് എത്ര നീളമുണ്ടെന്ന് വെസ്ലി ഡ്യുവൽ പറഞ്ഞിരിക്കുന്നു. വെസ്ലി ഡ്യുവലിൻ്റെ ബുക്ക് നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ വായിക്കണം. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പുസ്തകം മേടിക്കാത്തതെന്ന് ഇപ്പം പറഞ്ഞാൽ പുസ്തകം മേടിച്ചെങ്കിൽ തരാം. ആ പുസ്തകത്തിൻ്റെ പേര് ഇതാണ്, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥന മനുഷ്യൻ്റെ കൈയുടെ നീളം എത്രയാണെന്നറിയാമോ എന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. എന്നിട്ടൊരു ഉദാഹരണം പറയുകയാണ്. പുള്ളിയുടെ മകന് വേണ്ടി പുള്ളി ദീർഘനാളുകൾ പ്രാർത്ഥിച്ചു. മകൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഇന്ത്യയിൽ പ്രവർത്തിച്ചൊരു മിഷണറിയാണ്. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെ യോഗത്തിനിടയില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു രാജ്യത്ത് നിന്ന് ഒരു മിഷണറി ഇദ്ദേഹത്തെ ഫോൺ ചെയ്യുകയാണ്. നിങ്ങളുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് എനിക്ക് പ്രേരണ തരുന്നു. അപ്പോൾ അദ്ദേഹവും വളരെ ദൂരെ ഇരുന്നു കൊണ്ട് മകന് വേണ്ടി പ്രാർത്ഥിച്ചു. 5 ദിവസം കഴിഞ്ഞപ്പോൾ മോൻ്റെ കത്ത് വരിക, പപ്പ ഞാൻ ഇന്നലെ രാത്രി കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം കൊടുത്തു. അപ്പം ഇദ്ദേഹം പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ്റെ കൈ ഇവിടുന്ന് യൂറോപ്പിലെത്തിയിട്ട് യൂറോപ്പിൽ നിന്ന് സ്വർഗത്തിലെത്തിയിട്ട് ഒരു കൈ മോൻ്റെ തോളയിലും ഒരു കൈ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിലും പിടിക്കാവുന്ന എത്ര നീളം മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ്റെ കൈക്കുണ്ടെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ്റെ ഒരു കൈ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിലും ഒരു കൈ പ്രാർത്ഥന ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവൻ എവിടെ ഇരിക്കുന്നു അവിടം വരെയും നീളാനുള്ള നീളം പ്രാർത്ഥിക്കുന്നവന്റെ കൈക്കുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എവിടെ കിടക്കുന്നു അവിടെ വരെ മാത്രമല്ല, അത് പരിഹരിക്കുന്നവൻ എവിടെ ഇരിക്കുന്നു അവിടം വരെ പ്രാർത്ഥിക്കുന്നവന്റെ കൈക്ക് നീളമുണ്ടെന്ന്. പഠനത്തെക്കാൾ പ്രധാനമാണ് പ്രാർത്ഥന എന്ന് നിങ്ങളോട് പറഞ്ഞാൽ സ്വർഗം തുറക്കും. നീ കണ്ണടച്ചാൽ ദൈവം കണ്ണ് തുറക്കും. നീ കൈകൂപ്പിയാൽ ദൈവം കൈ നീട്ടും. നിന്റെ കണ്ണ് നനഞ്ഞാൽ സ്വർഗത്തിൽ നിന്നൊരു മഴ പെയ്യും. ഇത് നിശ്ചയം, ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ അധ്വാനം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവീൻ. PYPയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അനുജന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ നിങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് പ്രിയ ജേക്കബ് ജോണച്ചായൻ ഈ യോഗത്തിലുണ്ട്. അദ്ദേഹം സ്ഥലത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ആഗ്രഹത്തോടുകൂടെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടു അതിൻ്റെ ഒരു ഫലം കാണാൻ ദൈവം സഹായിച്ചു. നമ്മുടെ കരങ്ങൾ ഉയർത്തിയൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനിയുള്ള പോരായ്മകൾ നികത്തുവാനും നമുക്കിവിടെ അഭിവൃദ്ധി ഉണ്ടാകുവാനും നമ്മുടെ സഭ മേൽക്കുമേൽ വളരുവാനും എണ്ണത്തിലും വണ്ണത്തിലും പെരുകുവാനും ദൈവം കൃപ ചെയ്യട്ടെ. നമുക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ, നമുക്ക് ആത്മാക്കൾ ഉണ്ടാകട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുണ്ടാകട്ടെ, നേതൃത്വങ്ങളുണ്ടാകട്ടെ, നല്ല കൺവെൻഷനുകൾ നടക്കട്ടെ. കർത്താവിൻ്റെ നാമം എല്ലാവിധത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയമെടുക്കുവാൻ ഞാൻ നിങ്ങളെ വീണ്ടും നിർബന്ധിക്കുന്നു. യൗവനക്കാർ പ്രാർത്ഥിക്കുന്നവരായി തീർന്നാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കും. നിങ്ങളോട് പറയുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 5-6 വാക്യങ്ങളാണ്.
മതി. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നടന്നു വരുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിലൂടെ ഒരുപാട് പേര് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ചില തടസ്സങ്ങളും ചില പ്രയാസങ്ങളും ഉണ്ടായെങ്കിലും കർത്താവ് അതെല്ലാം നന്മയ്ക്കാക്കി തീർത്തുകൊണ്ടിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്ക് നൽകുന്ന എല്ലാ അഭിവൃദ്ധിക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഇവാഞ്ചലിസം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. PYPയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ നേതൃത്വത്തെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. പിതാവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പകലും രാത്രിയിലെ മീറ്റിങ്ങിൽ അവിടെ നിന്ന് അനുഗ്രഹം പകർന്നതിനായി സ്തോത്രം. ഇനി ചുരുങ്ങി ചില ദിവസങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അയക്കണമേ. ഇന്ന് രാത്രി നിൻ്റെ വചനം തന്ന് ഞങ്ങളെ പോഷിപ്പിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടി ഒരു ഹല്ലേലൂയ പറയാമോ? 5 പ്രധാന കുറിപ്പുകളായിരിക്കും ഈ ദൂതിൽ നിന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് അലറി വരുന്ന സിംഹം. വാക്യം 5. അങ്ങനെ ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. അതൊരു സ്ഥലപ്പേരാണ്. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു. പതിമൂന്നാം അധ്യായത്തിൽ ഈ ദൈവദാസന്റെ ജനനത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നമുക്ക് കാണാം. മക്കളുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു കുടുംബം. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഒരു ദൂത് അറിയിച്ചു. ആ ദൂതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ ചെറുക്കൻ ജനിക്കുന്നത്. 13-ാം അധ്യായം മുഴുവനും അവൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാടാണ്. വേറൊന്നുമില്ല. ഇത്രയുള്ള ആ അധ്യായത്തിലെ വിഷയത. 13-ാം അധ്യായം 24-ാം വാക്യം. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തായോലിനും മധ്യയുള്ള മഹ്നേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ച് തുടങ്ങി. ദൈവം എന്തിനു വേണ്ടി അവനെ ജനിപ്പിച്ചോ അതിലേക്ക് അവനെ തള്ളാൻ തുടങ്ങി. വാക്യം 13-12 നോക്കിയാൽ, മനോഹ ദൈവത്തോട്, കർത്താവേ, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം? അവനെ സംബന്ധിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞിനെ ഒരു വേലക്കാരനാക്കാൻ വേണ്ടി, ഒരു മിഷണറിയാക്കാൻ വേണ്ടി ഞങ്ങളിനി എന്ത് ചെയ്യണം? മാതാപിതാക്കൾ സമർപ്പിക്കുന്നു അവരുടെ കുഞ്ഞ് ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ. അമ്മ ദൈവസന്നിധിയിൽ നേരുന്നു ഈ കുഞ്ഞ് ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ. മുന്തിരിയുടെ കായ, കുരു, മുന്തിരിങ്ങ ഒന്നും കഴിക്കാതെ ഈ കൊച്ചിനെ വളർത്താൻ ഈ തള്ള എന്തോരം കഷ്ടപ്പെട്ട് കാണും. അതിൽ 13-ാം അധ്യായത്തിലുണ്ട്. അങ്ങനെ ഒരു മിഷണറി ജനിക്കുക, ഒരു വേലക്കാരൻ ജനിക്കുക, ഒരു സുവിശേഷകൻ ജനിക്കുക. ഒരു പട്ടാളക്കാരനെ നമ്മൾ കാണുമ്പോൾ, അതിൻ്റെ ഉടുപ്പ് കാണുമ്പോൾ, സ്റ്റാർ കാണുമ്പോൾ നമുക്കറിയില്ല ആ പട്ടാളക്കാരൻ പെട്ടെന്നുണ്ടായതല്ല. ഒരു ആർമി ഓഫീസർ പെട്ടെന്നുണ്ടായതല്ല. ഒരു ബ്രിഗേഡിയർ പെട്ടെന്നുണ്ടായതല്ല. ഗവൺമെൻറ് നല്ല ചെലവ് ചെയ്താണ് യൂണിഫോം മേടിച്ചു കൊടുത്ത്, ഏറ്റവും വില കൂടിയ ചാപ്പാട് കൊടുത്ത്, ഏറ്റവും വില കൂടിയ എക്സർസൈസ് കൊടുത്ത്, ഡിസിപ്ലിൻ കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നതാണ് ഒരു ഉയർന്ന ആർമി ലീഡർ. സ്വർഗത്തിൻ്റെ ആർമിയിലേക്ക് ഒരു സുവിശേഷകൻ ജനിക്കുമ്പോൾ ഓർത്തോണം, ഇതിൻ്റെ പുറകിൽ നേർന്നവരുണ്ട്, കണ്ണുനീരൊഴുക്കിയവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്, ഉപവസിച്ചവരുണ്ട്. ദൈവം ചെലവ് ചെയ്തിട്ടാണ് ഒരു ക്രിസ്തീയ പ്രവർത്തകൻ മുമ്പോട്ട് വരുന്നത്. അവൻ ദൈവത്തിൻ്റെ ആത്മാവിനെ ഉദ്യമിപ്പിച്ചു. അവൻ മിനിസ്ട്രിക്കോ വേണ്ടിയൊക്കെ ഇറങ്ങേണ്ട സമയമായപ്പോൾ അവനെ തകർത്ത് തൂവാല കീറുന്ന പോലെ കീറിക്കളയാൻ ഒരു സിംഹം ചാടി വരികയാണ്. നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? ദൂത് 1. ദൈവം നോട്ട് ചെയ്തവനെ
പിശാചും നോട്ട് ചെയ്യും. ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി കണ്ടവനെ പകുതി വഴിക്ക് വെച്ച് തകർത്ത് കളയാൻ പിശാച് പദ്ധതിയിടും. ഒന്നെങ്കിൽ അവൻ്റെ ജനനം തടയും, അല്ലെങ്കിൽ അവൻ്റെ വളർച്ച തടയും, അല്ലെങ്കിൽ അവൻ്റെ യൗവനത്തിൽ അവനെ അപകടം ഉണ്ടാക്കും, അല്ലെങ്കിൽ അവനെ ചീത്തപ്പേരുണ്ടാക്കും, അവനെ പാപത്തിൽ തള്ളിയിടും, നശിപ്പിക്കും. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി കണ്ടവനെ പിശാചും നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരും അതിനുവേണ്ടി മക്കളെ സമർപ്പിച്ചവരും കരുതലോടെ പ്രാർത്ഥിക്കണം. പിശാച് മണ്ടനല്ല, പിശാച് അടങ്ങിയിരിക്കത്തില്ല. ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടവനെ പിശാച് പുറകേ നടക്കും. അവനെ എവിടെ വെച്ചെങ്കിലും പിടിച്ച് കീറി നശിപ്പിച്ച് എന്നേക്കുമായി അവനെ അന്തം വരുത്തി പരസ്യക്കോലമാക്കാൻ പിശാച് ദീർഘകാലം അവൻ്റെ പുറകെ നടക്കും. അതുകൊണ്ട് യൗവനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വെല്ലുവിളിയുള്ള ഒരു വയലാണ്. പിശാചിൻ്റെ സൈന്യത്തിനെതിരെ, പിശാചിൻ്റെ പദ്ധതിക്കെതിരെ, പിശാചിൻ്റെ പ്രതീക്ഷയ്ക്കെതിരെ, പിശാചിൻ്റെ പ്ലാനുകൾക്കെതിരെ നിൽക്കുന്ന ഒറ്റ സമൂഹമേ ഉള്ളൂ. അതാണ് പെന്തക്കോസ്തുകാർ. ഇവിടെ ഒരുപാട് രാഷ്ട്രങ്ങൾ, ഒരുപാട് സമൂഹങ്ങൾ, ഒരുപാട് മതങ്ങളും സഭകളും ഉണ്ടെങ്കിലും അവരെല്ലാം സാത്താൻ്റെ പ്രവർത്തനത്തിന് അനുകൂലികളാണ്. സാത്താൻ്റെ പദ്ധതിക്കെതിരെ നിൽക്കുന്ന ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ. അത് സുവിശേഷകന്മാരാണ്, അത് ദൈവമക്കളാണ്. അവരുടെ പ്രവർത്തനം, അവരുടെ പ്രാർത്ഥനയും പൈശാചിക മണ്ഡലങ്ങൾക്കെതിരെയാണ്. അതുകൊണ്ട് പിശാച് എവിടെ വെച്ചെങ്കിലും ഇവനെ ഇല്ലായ്മ ചെയ്യുക. കുഞ്ഞിൻ്റെ ജനനം, മോശക്കുഞ്ഞ് ജനിക്കുമ്പോൾ ഗവൺമെൻറ് ഓർഡറാണ് ആൺകുഞ്ഞുങ്ങളെ കൊന്നേക്കണം. ഉത്തരം അന്ന് ഇല്ലെന്ന് തോന്നുന്നു. ഇന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പെണ്ണാന്ന് കണ്ടാൽ ഇല്ലായ്മ ചെയ്യും. അന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ആണാണെന്ന് കണ്ടാൽ ഇല്ലായ്മ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇത് എപ്പോൾ വേണേലും മാറാം. സ്തോത്രം. ഇത് എപ്പോൾ വേണേലും മാറാമെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി കാണുമല്ലോ. ഓരോ സമയത്ത് ഓരോന്നിനും ഡിമാൻഡ്. അന്ന് സ്കാൻ ചെയ്തിട്ട് കുട്ടി ആണാന്നറിഞ്ഞാൽ എന്തെങ്കിലും ഗുളിക കൊടുത്തേക്കാൻ പറയും. കാരണം ജനിച്ചിട്ട് കൊല്ലുന്നതിനേക്കാൾ നല്ലതല്ലേ അകത്ത് വെച്ച് കൊല്ലും. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തിരിച്ചാണെങ്കിൽ മോശക്കുഞ്ഞിനെ ജനിക്കുന്ന വഴി കൊല്ലാനുള്ള ശ്രമങ്ങൾ ഇട്ടു. അന്നേരം ആ കൊച്ചിൻ്റെ അമ്മയ്ക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇങ്ങനെ പറയാം, എനിക്ക് മാത്രം ഈ ഗതി വന്നല്ലോ എന്ന്. പക്ഷെ അവിടെ നാം ബൈബിളിൽ എബ്രായ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് ശിശു ദിവ്യ സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. ഈ കൊച്ചിൻ്റെ മേലുള്ള ദിവ്യത്വം, അവൻ്റെ മേലുള്ള ദൈവവിളി കണ്ടെന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. വെക്കണ്ട, അതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് ദൈവം ഇതിനെ എനിക്ക് തന്നതാണെന്ന് നിങ്ങൾ വിശ്വാസത്താൽ ഏറ്റു പറയണം. ഇവിടെ മുമ്പേ കേട്ടല്ലോ നാവിൻ്റെ ശക്തി. നിങ്ങളുടെ കുഞ്ഞിനെ നോക്കിയിട്ട് ദൈവം കണ്ടതാണ് എൻ്റെ കുഞ്ഞിനെ എന്ന് വിളിച്ചു പറയാനുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകൾ ദൈവം നമ്മുടെ നാവിന്മേൽ തരട്ടെ. മോശക്കുഞ്ഞിനെ കൊന്നുകളയുവാനുള്ള റിസ്ക്കാണ്. അങ്ങനെ ഒളിപ്പിച്ചു വെച്ചാൽ അമ്മയും അപ്പനും ജയിലിൽ പോകും. എന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് അവരെ കൊച്ചിനെ പശതേച്ച് ഇവിടുന്ന് വിടാവുള്ളൂ. ചെറുപ്പത്തിൽ തന്നെ അവനെ ആത്മാവിനാൽ മുദ്രയിട്ട് ഇവിടുന്ന് വിടാവുള്ളൂ. ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വചനം ഇംപ്ലിമെൻ്റ് ചെയ്ത അകത്ത് പാകിയിട്ട് അവനെ വിടാവുള്ളൂ. അവൻ എവിടെ പോയാലും ഈ ലോകത്തിൻ്റെ വെള്ളം അവൻ്റെ അകത്ത് കയറരുത്. ഈ പിശാചിൻ്റെ ആക്രമണത്തിൽ അവൻ വീഴരുത്. അനേകരെ തിന്നുകളഞ്ഞ നൈൽ നദിയിൽ മോശയെ തിന്നാൻ പറ്റിയില്ല. അനേക കുഞ്ഞുങ്ങളെ ശവമാക്കിയ നൈൽ നദിയിൽ ഈ കുഞ്ഞിനെ തൊടാൻ പറ്റിയില്ല. അമ്മ കൊടുത്ത കവറിങ് അത്ര സൂപ്പറായിരുന്നു. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മാതാപിതാക്കൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തോണം. ഇവിടെ ഒരു അപ്പച്ചൻ ഞാൻ വന്നപ്പോൾ എന്നെ എഴുന്നേറ്റ് വന്ന് കണ്ടത്, അദ്ദേഹം ഈ സെൻറ്ററിലൊക്കെ വിശ്വസ്തതയുടെ, മാന്യതയുടെ, മാതൃകയുടെ ദൈവവേല ചെയ്തൊരു ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ മകനെ ഞാൻ മറ്റൊരു രാജ്യത്ത് വെച്ച് ഈ 3 ദിവസം മുമ്പ് കണ്ടു. അനുഗ്രഹിക്കപ്പെട്ടവനായി കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നത് കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാതാപിതാക്കളെ, നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ചെയ്താൽ പിന്നെ ദൈവം നോക്കിക്കോളും. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാമോ? എങ്കിൽ നിന്റെ കുഞ്ഞ് നഷ്ടപ്പെടാതെ ദൈവം ഒരു സംരക്ഷണം കൊടുക്കും. കർത്താവേ, ചെയ്യാവുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് നീ ദൈവത്തോട് പറ, പിന്നെ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ഇങ്ങനെ ഒരു ഭാവനയെ കാണുകയാണ്. ആ തള്ള കൊച്ചിനെ പുഴയിലോട്ട് വിട്ടിട്ട് നേരെ പോയി മുറി കവന്നടിച്ച് വീണ് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ കുഞ്ഞിനെയും തിരിച്ചു വരുമോ? ഇനി ഇതിനെ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് ഭാഗ്യം കിട്ടുമോ? നീ എനിക്ക് വാഗ്ദത്തം തന്നാണല്ലോ എന്നെ വേലക്കാരനാവുമെന്ന്.
അവനെ ഇനി എനിക്ക് കാണാൻ പറ്റുമെന്ന് ഓർത്ത് പൊട്ടിക്കരയുക. കരഞ്ഞോണ്ടിരിക്കുമ്പം മൂത്ത മകൾ വന്ന് തോളെ തട്ടി, അമ്മേ ഒരു രഹസ്യം പറയാം. എന്നാ? രാജകൊട്ടാരത്തിലെ സഹോദരി കൊച്ചിനെ എടുക്കുന്നത് ഞാൻ കണ്ടു. ഞാനൊരു ചെറിയൊരു അഭ്യാസം അവിടെ എടുത്തിട്ടുണ്ട്. എന്നാടി? ഈ കൊച്ചിന് പാല് കൊടുക്കാൻ ഞാനൊരു തള്ളെ കൊണ്ടുവരാം, ശമ്പളം കൊടുക്കാവോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അമ്മ എൻ്റെ കൊച്ചാന്നൊന്നും കാണുന്ന വഴി ചാടി കയറി പറഞ്ഞേക്കരുത്, അമ്മ എൻ്റെ കൂടെ വന്നാൽ മതി. ഇത് നടന്ന കഥയാണോ? ലോകത്തിൽ സിനിമയിൽ പോലും ഇല്ലാത്ത കഥ, സിനിമയിൽ പോലും ഭാവനയിൽ കൊണ്ടുവരാൻ പറ്റാത്ത കഥ. ഏത് പാളയത്തിൽ നിന്ന് ഇതിനെ കൊല്ലാൻ കൽപ്പനയിട്ടോ അതേ പാളയത്തിൽ നിന്ന് ശമ്പളം മേടിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ വളർത്താൻ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലായാൽ പിന്നെ നമ്മൾ ഈ തന്ത്രങ്ങൾ വേണ്ടി വരുമോ? എനിക്ക് അറിയാത്തോണ്ട് ചോദിച്ചതാ. ആ സമയം കൂടെ പ്രാർത്ഥിച്ചാൽ പോരെ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പിടികിട്ടിട്ടില്ലല്ലോ. മുഴുവൻ സമയം തന്ത്രങ്ങളാ. അങ്ങനെ പോയാൽ ഇങ്ങനെ ചെയ്താൽ, SMS അയച്ചാലോ, ഇമെയിൽ അയച്ചാലോ, കുത്തിയിരുന്ന് മുകളിലോട്ട് ഇമെയിൽ അയച്ചാൽ എത്ര പെട്ടെന്ന് കാര്യം നടക്കുമെന്നറിയാം. ഇതിനി എങ്ങനെ പഠിപ്പിക്കും? ഇനി ഒരു 10 ദിവസം കൂടെ വെച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ ക്ലൂ ഒന്നും അറിയണമല്ലോ മനുഷ്യൻ. സംഗതിയൊക്കെ നടക്കുമ്പോഴും പരിപാടി വേറെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇതിനിടെ കൂടെ. ദൈവം പറയുന്നു ഞാൻ പ്രവർത്തിക്കാൻ ഇപ്പോഴും തയ്യാറാ. കഴിഞ്ഞ ദിവസം ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അഭിമുഖ സംഭാഷണം ടെലിവിഷനിൽ ഞാൻ കാണുക. ഗൈനക്കോളജിസ്റ്റ്, എനിക്ക് തോന്നുന്നു അയാൾ വിശ്വാസിയാന്ന് തോന്നുന്നു. അയാൾ പറയുക ഇങ്ങനെ കൊച്ചുങ്ങൾക്ക് മരുന്ന് കൊടുക്കേണ്ട കാര്യം, ജനിച്ചാൽ ഉടനെ ചികിത്സിക്കേണ്ട കാര്യമെല്ലാം പറഞ്ഞു വന്നേച്ചാൽ ഒരു വാക്ക് പറയുക. ഓരോ മനുഷ്യക്കുഞ്ഞും ഭൂമിയിലോട്ട് ജനിക്കുമ്പോൾ ദൈവം ഒരു മെസ്സേജ് പറയുക. ഉടനെ ദൈവം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉത്സാഹമല്ലേ? ഓരോ മനുഷ്യ ശിശുവും ഭൂമിയിലോട്ട് ജനിക്കുമ്പോൾ ദൈവം ഒരു മെസ്സേജ് പറയുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് അയാൾ ചോദിക്കുക. എന്താ ദൈവത്തിന്റെ മെസ്സേജ് എന്നറിയാവോ? ദൈവത്തിന് മനുഷ്യന്റെ മേലുള്ള പ്രതീക്ഷ ഇപ്പോഴും നശിച്ചിട്ടില്ലെന്ന്. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? ദൈവത്തിന് മനുഷ്യന്റെ മേലുള്ള പ്രതീക്ഷ ഇപ്പോഴും നശിച്ചിട്ടില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇച്ചിരി ഒന്ന് മാറ്റി പറയുക. ഓരോ പെന്തക്കോസ് വീട്ടിൽ ഓരോ കൊച്ചു ജനിക്കുമ്പോൾ ദൈവം ഒരു മെസ്സേജ് പറയുക. ദൈവത്തിന് ഈ സഭയെ കുറിച്ചുള്ള പ്രതീക്ഷ നശിച്ചിട്ടില്ല. ദൈവത്തിന് ഈ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള പ്രതീക്ഷ നശിച്ചിട്ടില്ല. ദൈവത്തിന് സഭകളെ കുറിച്ചുള്ള പ്രതീക്ഷ നശിച്ചിട്ടില്ല. ഇതിനെ ആദിമ വിശുദ്ധിയിലേക്കും ആദിമ ദർശനത്തിലേക്കും ആദിമ അത്ഭുതങ്ങളിലേക്കും ആദിമ വേർപാടിലേക്കും തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയും എന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ദൈവം പ്രതീക്ഷിക്കുക. ഇങ്ങനെയൊക്കെ ഞാനങ്ങ് പറഞ്ഞോട്ടെ. ഓരോ ഉപവാസ പ്രാർത്ഥനയുടെ ബാനർ കിട്ടുമ്പോഴും ദൈവം പ്രതീക്ഷിക്കുക. ഹൃദയങ്ങളെ കീറുവാൻ, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറുവാൻ ആളുകൾ തയ്യാറായാൽ നീ 18 കൊല്ലം തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ട് നടക്കാത്തത് ഒരൊറ്റ രാത്രികളോട് ചെയ്യാൻ ഈ ദൈവത്തിന് കഴിയും. നീ 3 ലക്ഷം നോട്ടീസ് അടിച്ച പറവന്റെ കൊട്ടാരത്തിൽ ഇന്ന് പുത്രി വന്ന കൊച്ചിനെ എടുക്കുവോ? പൂച്ചക്കുഞ്ഞിനെ എടുക്കുമായിരിക്കും, കൊച്ചിനെ എടുക്കുകയില്ല. എടാ, ദൈവത്തെ പിടിക്കാൻ പഠിക്കുക. ദൈവത്തെ പിടിക്കാൻ പഠിക്കുക. ദൈവത്തിന്റെ കൈയെ കൊണ്ട് വേണം കാര്യങ്ങൾ നടത്തിക്കാൻ. മനുഷ്യ ഭുജങ്ങളെ നീ ആശ്രയിച്ചാൽ നീ അടിമേടിക്കും. പ്രവചിച്ച് ഞാൻ പറയുക, യഹോവയ്ക്കൊരു ഭുജമുണ്ട്. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. ദൈവത്തിന്റെ കൈയെ ചലിപ്പിക്കുന്ന ദിനങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അല്പനേര കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഞാൻ നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് പറയുക, ഈ തറവാട്ടിൽ ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും ദൈവത്തിൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. ഇതിനെ ആ പഴയ അനുഭവത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്ന ഇവനായിരിക്കും, 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 ഇവനായിരിക്കും. ആ ഉപവാസത്തിലേക്ക്, ആ പ്രാർത്ഥനയിലേക്ക്, അത്ഭുതങ്ങളിലേക്ക്, ആ വീര്യപ്രവർത്തനത്തിലേക്ക് ഈ സമൂഹത്തെ മടക്കിക്കൊണ്ടിരുന്നത് ഇവനായിരിക്കും. ദൈവത്തിന്റെ പ്രതീക്ഷ നിന്നിലുണ്ട് മകൻ.
ഞാൻ പറയുന്നത് മോശക്കുഞ്ഞിനെ ഡിസ്ട്രോയ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ തകർക്കാൻ പറ്റുമോ? പറ്റുമോ? എങ്കിലൊന്ന് കൈയൊന്ന് ഉയർത്തി പിടിച്ച്. വെറുതെ പിടിച്ചു, എന്നാ പറയേണ്ടത് ഞാൻ പറയാം. ഈ അച്ചാൻ ഒരു കൈ പൊക്കാൻ പറ്റിയില്ല, എന്നിട്ട് അത് പൊക്കി പിടിച്ചിരിക്കുക. സോദരം, എവിടെ ഉപവാസമുണ്ടോ അവിടെ ഈ അച്ചാൻ കാണും. സോദരം, ചെറുക്കൻ ബൈബിൾ കോളേജിൽ കർത്താവിന് വേണ്ടി നിൽക്കുകയെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക വിവരങ്ങൾ. സ്വോത്രം, കൈവൊക്കെ ഇതിനകത്ത് മറന്നു പോയല്ലേ. സ്വോത്രം, എന്നെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. പറഞ്ഞാട്ടെ, ഒരു ഇച്ചിരി ഓളയും കൂട്ടാവോ? അല്പം കൂടെ ഓളയും കൂട്ടി പറയോ? ഹല്ലേലൂയ! മതി. മോശക്കുഞ്ഞിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പാതാള ഗോപുരങ്ങൾക്ക് കഴിഞ്ഞില്ല. പകരം ആ കുടുംബത്തിൽ നിന്ന് പാല് കൊടുക്കാൻ ഓർഡർ. പെറ്റ കുഞ്ഞിന് പാല് കൊടുത്തതിന് ശമ്പളം കിട്ടിയ ഒരു തള്ളേ ലോകത്തിലുള്ളൂ, അത് മോശയുടെ തള്ളയാ. ഇങ്ങനെയൊരു ദൈവത്തെ സേവിക്കാൻ ഇതിന് മാത്രം വല്ല ബുദ്ധി വേണോ? എനിക്ക് തോന്നിച്ചിട്ട് ബുദ്ധി കുറയാൻ പ്രാർത്ഥിക്കും. ബുദ്ധി കുറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന കൂട്ടും. കർത്താവ് ഇച്ചിരൂടെ കഴിവരിക്കും ഉണ്ടായിരുന്നു എങ്കിൽ നീ നരകത്തിപ്പൊക്കൊണ്ടേനി. ഇതന്നെ എങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ അല്ലാതെ എങ്ങനെയാ പറയട്ടെ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കുന്നത്, ആ ഒഴുകിപ്പോണ കുഞ്ഞിന് വേണ്ടി ആരാ റെക്കമെൻഡ് ചെയ്തതാരാ? ആരാ ശുപാർശ ചെയ്തത്? ഇവനൊരു ഓർഡിനേഷൻ കൊടുത്താൽ നല്ലതായേക്കും. ആരാ ഉള്ളത്? ഞാൻ ഇതൊക്കെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ റെക്കമെൻഡ് ചെയ്യല്ലായിരുന്നു. ഈ ദൈവം ഇന്ന് രാത്രി നിന്റെ ദൈവമാണ്. ഡേറ്റ് ഇട്ട് എഴുതി വെച്ചോ, ഡേറ്റ് ഇട്ട് എഴുതി വെച്ചോ. ആ പുഴയെ കൂടി ഒഴുകുന്ന ചെറിയ വട്ടോനും കൊച്ചു പരലിനും റെക്കമെൻഡ് ചെയ്യാൻ ആളുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഉള്ളൂ ഈ പോണ കൊച്ചിനും. മിനിറ്റുകൾക്കുള്ളിൽ അത് ശവമാകും. പക്ഷെ സ്വർഗം പറഞ്ഞിരിക്കുക, അവൻ ശുശ്രൂഷയ്ക്കുള്ളവനാ, തൊടാനൊക്കെ ഇല്ല. ആ വെള്ളത്തിൽ കൂടെ പൊളഞ്ഞു മറിഞ്ഞ് നടക്കുന്ന മീനൊക്കെ ഈ തൊട്ടി കണ്ട് പേടിച്ചു കാണും. നീ ചലിക്കുമ്പോൾ പാതാള ഗോപുരങ്ങൾ വിറയ്ക്കും. കാരണം നിന്റെ മേൽ ദൈവത്തിന്റെ വിളിയുള്ള. ജീസസ്. ദൈവം നോട്ട് ചെയ്തതിനെ പിശാച് നോട്ട് ചെയ്യുന്നു. ഇത് നീ എന്നും ഓർക്കണേ. പിടിവിടരുത്. കൈവിട്ട് സൈക്കിൾ ചവിട്ടരുത്. കൈവിട്ട് ചവിട്ടുമ്പോഴാണ് അപകടം. ചെറുപ്പത്തിലൊക്കെ വീഴുമ്പോൾ ഒരു അപകടം ഉണ്ടായാലും സാരമൊന്നുമില്ല. പക്ഷെ സൈക്കിൾ ചവിട്ട് പഠിച്ചു കഴിഞ്ഞൊരു കൈപിടിയിലുണ്ട്, അതോടെ ആൾ തീരും. കുറേ പേർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. ചെറുപ്പത്തിലൊന്നും വീണ സാരമൊന്നുമില്ല. അറിവില്ലായ്മ, എത്ര അറിവില്ലായ്മ പറ്റിയവരാണ് നമ്മളൊക്കെ. പക്ഷെ അതിലൊന്നും അല്ല അപകടം വരുന്നത്, ഷൈൻ ചെയ്യുമ്പോഴാണ്. സ്തോത്രം. ശിംശോന്റെ നേരെ സിംഹം അലറി വന്നു. രണ്ടാമത്തെ ദൂത്, രണ്ടാമത്തെ മെസ്സേജ്, തക്ക സമയത്ത് വെളിപ്പെടുന്ന അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നു, ഇവൻ എന്നാ ചെയ്തിട്ടാണ് അന്നേരം അഭിഷേകം വെളിപ്പെട്ടത്? അഭിഷേകം എന്ന് പറഞ്ഞാൽ തിയോളജിക്കൽ മിസ്റ്റേക്ക് ഉണ്ടോ? ഞാൻ അത്രയും ആഴത്തിൽ പഠനം നടത്തിയിട്ടില്ല, ഒരു ചെറിയൊരു ലെവൽ പഠനമേ ഉള്ളൂ. അപ്പോൾ ഈ അഭിഷേകം എന്ന് പറയാൻ പാടില്ല, പരിശുദ്ധാത്മ ശക്തിനെ പറയാവുള്ളൂ എന്നൊക്കെ ചിലപ്പം പറയുമായിരിക്കും. ഞാൻ തൽക്കാലം അഭിഷേകം എന്ന് പറയാം. അപ്പോൾ അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു, അഭിഷേകം ജ്വലിച്ചു. ഓക്കെ, ഇവൻ എന്നാ ചെയ്തിട്ടാ? രക്തത്താൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണോ? അല്ല. ഡ്രം കൊട്ടിയിട്ടാണോ? അല്ല. കീബോർഡ് ഓൺ ചെയ്തിട്ടാണോ? വർഷിപ്പ് ലീഡ് ചെയ്യുന്ന പിള്ളേർ നമ്മുടെ പിള്ളേരാ. ചിലർ പറയുന്നത് കീബോർഡിനകത്ത് അന്യഭാഷ കയറ്റിയിട്ടുണ്ടെന്ന്, ഇതിനകത്ത് അന്യഭാഷ കയറ്റിയിട്ട് ഇപ്പോൾ ഇറക്കുന്നുണ്ടെന്ന്. ഫ്ലോപ്പി ആയിരിക്കും അല്ലേ, അല്ലാതെ യമഹക്കാർ ചെയ്യത്തില്ലല്ലോ. എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം വരുമ്പോൾ പിന്നെ ഫ്ലോപ്പി ഇട്ടാൽ മതിയല്ലോ. ഈ അന്യാഗ്നി കത്തിയിൽ നിർത്താതെ യഥാർത്ഥ തീ കത്തുകയില്ല.
ഇവൻ എന്നാ ചെയ്തിട്ട് അന്നേരം പരിശുദ്ധാത്മാവ് അവിടെ വന്നത്? കൈ കൊട്ടിയിട്ടാണോ? കൈയൊക്കെ കൊട്ടിക്കോ, അല്ലാതെ ഇപ്പോൾ വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ലല്ലോ. ഇതിനകത്തൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്. ഇതിനകത്തൊന്നും അല്ല. പരിശുദ്ധാത്മാവിന് പകരമാകത്തില്ല കീബോർഡ്, പരിശുദ്ധാത്മാവിന് പകരമല്ല ഡ്രം, നല്ല PA സിസ്റ്റം, അതൊന്നും ഹോളി സ്പിരിറ്റിന് പകരമല്ല. ഇതൊക്കെ ദൈവം തന്നതിന് നന്ദി. പക്ഷെ ഇതൊന്നും സിംഹത്തെ കീറാൻ പറ്റുകയല്ലോ. ഇതെല്ലാം പന്തലും സംവിധാനം ഉണ്ടെങ്കിൽ ചാടാൻ നല്ല രസമാണ്. സിംഹം വരുമ്പോൾ ഒറ്റ എണ്ണ പരിസരത്ത് കാണുകയല്ലോ. ഇപ്പോൾ ഇവിടെ ദൈവശക്തി ഇതെല്ലാം നല്ല അച്ചടക്കമുള്ള അന്തരീക്ഷത്തിൽ ഫാനും ഇട്ട് മുറി അടച്ചായി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവന്റെ മേൽ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഇറങ്ങി വന്നു അല്ലേ? പെട്ടെന്നല്ലേ? പെട്ടെന്ന്. സിംഹത്തേക്കാൾ സ്പീഡുണ്ട്. എന്തിന് പറഞ്ഞാട്ടെ? ആത്മശക്തിക്ക് സിംഹത്തേക്കാൾ സ്പീഡുണ്ട്. സിംഹം അമ്പെയ്യുന്ന പോലെ വരും, മറ്റേതോ അതിൻ്റെ ഇരട്ടി സ്പീഡിൽ വരും. അതുകൊണ്ടാണ് ഞാൻ ഇറക്കാൻ പിശാച് പല പ്രാവശ്യം ശ്രമിച്ചിട്ടും നീ പോലും അറിയാത്ത വേഗത്തിലൊരു അഭിഷേകം നിന്റെ മേൽ ഇറങ്ങി വന്നതുകൊണ്ടാണ് നീ ഇന്ന് രാത്രിയിൽ ഈ പന്തലിൽ വന്ന് നിർഭയം ഇരിക്കുന്നത്. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച ചില മിനിറ്റുകൾ. രക്തം ജയം, പെട്ടെന്ന് വെളിപ്പെടുന്ന അഭിഷേകം. അതെന്തുകൊണ്ടാ? അവൻ്റെ മേലുള്ള കോളിംഗ് ആണത്, അവൻ്റെ വിളിയാണത്. നമ്മൾ എന്തെങ്കിലും ആയെങ്കിൽ അത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയാണ്, ദൈവത്തിൻ്റെ വിളിയുടെ പ്രത്യേകതയാണ്. നമ്മളെക്കാൾ മിടുക്കന്മാർ നോക്കിയിട്ട് നടക്കാത്ത ദൈവം നമ്മളെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ദൈവത്തിൻ്റെ വിളിയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. അഭിഷേകം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാവും. ശക്തി ലഭിക്കും, ശക്തി ലഭിക്കും, ശക്തി ലഭിക്കും. എന്തോ ഒരു ശക്തി ലഭിക്കും. ഈ വാക്യത്തിൽ നിന്ന് ഞാൻ പറയാം, ഇപ്പൊ വായിച്ച ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് ബലഹീന മനുഷ്യന്റെ മേൽ വന്നാൽ അവൻ സിംഹത്തേക്കാൾ ശക്തനാവും. ശരിക്കും മനസ്സിലായോ ദൂത്? പരിശുദ്ധാത്മാവ് ബലഹീന മനുഷ്യന്റെ മേൽ ഇറങ്ങി വന്നാൽ അവൻ സിംഹത്തേക്കാൾ ശക്തനാകും. ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടോ നിന്റെ നേരെ ഈ മാസത്തിൽ അലറി വന്ന ആ സിംഹത്തെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ കീറിക്കളയുവാൻ നിനക്ക് കഴിവില്ല? ശരിയാ, പക്ഷെ നിന്റെ മേൽ ഇറങ്ങുന്ന അഭിഷേകം നിന്നെ സിംഹത്തേക്കാൾ ബലവാനാക്കും. ഓരോരുത്തരുടെയും വീട്ടിലെ പ്രോബ്ലം, ഓരോരുത്തരുടെയും സഭയിലെ പ്രോബ്ലം, ഓരോരുത്തരുടെയും കോളേജിലെ പ്രോബ്ലം എത്ര ടണ്ണുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അതിനെ ജയിക്കാനുള്ള ഒരു ശക്തി ദൈവം നിന്റെ മേൽ ഇന്ന് രാത്രി പകർന്നാലോ? പല യോഗങ്ങൾ നിങ്ങൾ കൂടിയിട്ടുണ്ട്, എന്നാൽ ഇന്ന് രാത്രി പ്രതീക്ഷിച്ചോണം, നിന്നെ ഒരു അസാധാരണ ശക്തിയുള്ളവരാക്കി ദൈവം ഇന്ന് രാത്രി തീർത്താലോ? ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിന്റെ ഒരു അളവറ്റ ശക്തി നിന്റെ ശിരസ് മുതൽ പാദം വരെ ഇറങ്ങി വരട്ടെ. അത് നിന്നെ സിംഹ തുല്യനാക്കട്ടെ. ഇന്നലെ വരെ പ്രശ്നത്തെ നീ പേടിച്ചു, എന്നാൽ ഇന്ന് പ്രശ്നം നിന്നെ പേടിക്കാൻ പോവുക. ഇന്നലെ നീ ഓടിയില്ലേ, ഇന്ന് നീ ഓടിക്കാൻ പോവുക. എങ്ങനെ? ദൈവശക്തി വരുമ്പോൾ. ദൈവശക്തി ബലഹീനന്റെ മനുഷ്യന്റെ മേൽ ഇറങ്ങി വരുന്നത് എപ്പോൾ? അവന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, അവന്റെ പരിഹാസത്തിന് നടുവിൽ, അവന്റെ പരാജയത്തിന് നടുവിൽ, അവന്റെ നിന്ദയുടെ നടുവിൽ ദൈവശക്തി അവന്റെ മേൽ ഇറങ്ങി വരും. ഇറങ്ങി വന്നാൽ അങ്ങനെ ദൈവശക്തി ഇറങ്ങി വന്ന മനുഷ്യരാണ് ഈ സഭയ്ക്ക് പേരിട്ടത്, ഈ സ്ഥലം ഇവിടെ ഉണ്ടായത്, ഈ പ്രസ്ഥാനം ലോകത്തെ കീഴടക്കാൻ ഇടയായത്. ഈ ദൈവശക്തി ഇറങ്ങി വന്നതുകൊണ്ടാണ്, ധനം കൊണ്ടല്ല. പെട്ടെന്നായിരുന്നു അവന്റെ മേൽ ദൈവശക്തി ഇറങ്ങി വന്നത്. സിംഹം ഒരുപാടൊന്നും തയ്യാറെടുത്ത് കാണുകയല്ല, കാരണം ഇതൊരു മനുഷ്യനല്ലേ. സിംഹം ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തിൽ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയയിലെ ജയില് മനുഷ്യരെ ഇടാനുള്ളതാ, കാട്ടുപോത്തിനെ ഇടാനുള്ളതല്ല. എങ്കിൽ ഇച്ചിരൂടെ ബലത്തിലുണ്ടാക്കിയനെ. മനുഷ്യനെ ഇടാനുള്ളതാ. പക്ഷെ മിഷണറിയെ കൊണ്ടുപോയിട്ടോ ജയിലിന്റെ ഇടപാട് തീർന്നു.
പിന്നെ ജീവിതത്തിൽ ഒരുത്തരെ ആ ജയിലിലിടാൻ പറ്റിയിട്ടില്ല, പിന്നെ വേറെ ജയിലുണ്ടാക്കേണ്ടി വന്നു. അന്നവർ തീരുമാനിച്ചു ഇങ്ങനെ ഇടാൻ മേല, പില്ലർ അടിയുന്ന പില്ലർ എടുക്കണം. കാരണം ഏത് ജാതിയാണ് കൊണ്ടിടുന്നത് പറയാൻ നോക്ക്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന അടിസ്ഥാനം ഇളയുന്നല്ലേ. അയ്യോ, ഇതൊക്കെ കഥയാണോ? നടന്ന കാര്യമല്ലേ? അപ്പം ദൈവശക്തി അളക്കാൻ ആർക്ക് പറ്റുമെന്ന് എൻ്റെ ചോദ്യം. ദൈവശക്തി ഇത്ര കിലോ ഉണ്ട്, ഇത്ര ടണ്ണുണ്ടെന്ന് ആർക്ക് പറയാൻ പറ്റും? പറയാൻ പറ്റുകയില്ല. പിന്നെ എന്തോരം ഉണ്ടാവും? ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രശ്നം എത്രയുണ്ടോ അതിനേക്കാൾ ഇച്ചിലൂടെ കൂടുതലായിരിക്കും ദൈവശക്തി. ഇപ്പോൾ നിന്റെ മുമ്പിലുള്ള മിനിസ്ട്രി എത്ര ടൺ തൂക്കമുണ്ടോ അതിനേക്കാൾ അല്പം കൂടുതലുള്ളതായിരിക്കും നിന്റെ മേൽ വരുന്ന വ്യാപാരം. നിനക്ക് വരുന്ന അഭിഷേകം നിന്റെ ദൗത്യത്തിന് തുല്യമാണ്. നിനക്ക് വരുന്ന അഭിഷേകം നിന്റെ പ്രശ്നത്തെക്കാൾ വലുതാണ്. അതുകൊണ്ട് പ്രിയരെ, ഒരു പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് ഇന്ന് രാത്രി 50 കോടി രൂപ കൈ കിട്ടുന്നതിനേക്കാൾ വലുതാ ഒരു ആത്മശക്തിയുടെ പുതപ്പ് നിന്റെ മേൽ വേണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ വളരെ വേദനയോടെ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകന്മാരുടെ മേൽ, യൗവനക്കാരുടെ മേൽ, ചെറുപ്പക്കാരുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, PYPക്കാരുടെ മേൽ, സൺഡേ സ്കൂളുകാരുടെ മേൽ, ലീഡേഴ്സിന്റെ മേൽ ദൈവമേ ആ പുതപ്പൊന്ന് വീഴണമേ. യോർദാനെ മടക്കി ആ പുതപ്പ് കൊണ്ട് അടിക്കുമ്പോൾ യോർദാൻ രണ്ടാകുന്നെങ്കിൽ അതിനേക്കാൾ വില കൂടിയത് എന്താണ് ഈ ലോകത്തിലുള്ളത്? അയ്യോ, ഈ ശക്തിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആത്മശക്തി പ്രാപിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക, പാപത്തെ ഉപേക്ഷിക്കുക, അഭിഷേകത്തെ ഗൗരവത്തോടെ കാണുക. അതിനേക്കാൾ വലുതൊന്നും ഈ ഭൂമിയിൽ വേണ്ട. ഇന്ന് രാത്രിയിൽ കർത്താവേ എന്നെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പറ. നമ്മൾ വിചാരിക്കുന്ന ഒന്നുമല്ല നമ്മുടെ ക്ഷീണത്തിൻ്റെ കാരണം. നമുക്ക് ആത്മശക്തി കുറഞ്ഞു പോയിരിക്കുന്നു. നമ്മൾ മനുഷ്യശക്തിയിൽ ആശ്രയിക്കുന്നു, നമ്മൾ ധനശക്തിയിൽ ആശ്രയിക്കുന്നു, നമ്മൾ രാഷ്ട്രീയ ശക്തിയിൽ ആശ്രയിക്കുന്നു. നമുക്കിതുകൊണ്ടൊന്നും നിൽക്കാനൊക്കെ അങ്ങനെ ഓടുന്ന വണ്ടിയല്ലിത്. ഈ വണ്ടിക്ക് പരിശുദ്ധാത്മ ശക്തി ഇല്ലെങ്കിൽ ഇത് വഴി കിടക്കും, ഉറപ്പാണ്. എത്ര പൈസക്കാർ ഇതിനകത്ത് വന്നാലും ഇത് മുമ്പോട്ട് പോകണമെങ്കിൽ ആത്മശക്തി വരാതെ ഇത് മുമ്പോട്ട് പോകത്തില്ല, 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 പോകത്തില്ല. സ്തോത്രം. മൂന്നാമത്തെ ദൂത്, ഒഴിഞ്ഞ കൈകൊണ്ട് അസാധാരണ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്ന ദൈവം. വാക്യം 6. കയ്യിൽ ഒന്നുമില്ലാതിരിക്കുക അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറി കളഞ്ഞു. സ്തോത്രം. കയ്യിലൊന്നുമില്ലാഞ്ഞ് നന്നായിപ്പോയി. ഒരു പേനാക്കത്തിയെങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ വീട്ടിൽ ചെന്നു പറയും, അയ്യോ ഇതില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിപ്പോയി. അതില്ലാതെ ആക്കിയത് ദൈവമാണ്. സ്തോത്രം. ഒന്നുമില്ലാത്തവർ ഭാഗ്യവാന്മാർ, കാരണം അവർ ദൈവശക്തിയിൽ ആശ്രയിക്കുമല്ലോ. നമുക്ക് ഈ കുഴപ്പം പറ്റിയത് ഏതാണ്ടെല്ലാം കിട്ടിയതാ. ചെവിത്തോണ്ടി പോലെ 1-2 സാധനം കിട്ടിയിട്ടുണ്ട്. അത് വലിയ വലിപ്പത്തിലാക്കി പിടിച്ചിരിക്കുക. മനസ്സിലായില്ലായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കിക്കോളൂ. നമ്മൾ വലുതാക്കി പിടിച്ചിരിക്കുന്ന പല സാധനവും യഥാർത്ഥ ശത്രുവിനെ എതിർക്കാൻ പറ്റിയതല്ല. തിയോളജിക്കൽ ഡിഗ്രി ഉൾപ്പെടെ എല്ലാം യഥാർത്ഥ പിശാചിനെ എതിർക്കാൻ പറ്റിയതൊന്നും കയ്യിലില്ല. സ്വതന്ത്രം. ഭൂതം നീ ആരാന്ന് ചോദിച്ചപ്പോൾ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭൂതത്തിൻ്റെ തലയെ കൈ വെച്ച് നീ ആരാന്ന് ചോദിച്ചു. ഉടനെ ബാഗിനകത്തുനിന്ന് എടുത്തു. PG കഴിഞ്ഞതിൻ്റെ ഉടനെ ഭൂതം ഒന്നുകൂടെ അല്ലറി. ഉടനെ ഓർഡിനേഷൻ്റെ എടുത്തു. എന്നിട്ട് അനങ്ങാതെ വന്നപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് എടുത്തു. പിന്നെ ഭൂതം എന്നാ ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. അയ്യോ അപ്പം ഇതൊന്നും വേണ്ടതാണ് പറഞ്ഞല്ല. ഇതൊരു ഭൂതാലാട്ടം കൂടെ കിട്ടുമോ മേടിച്ച് വെച്ചു. കാരണം ഭൂതത്തിൻ്റെ അടുത്ത് പോകണില്ലല്ലോ. നമ്മൾ വലിയ സഭകളിൽ എങ്ങനെ ചാൻസ് ഉണ്ടെന്ന് നോക്കുകയില്ലേ. അവിടെ ഭൂതമില്ല, ഉണ്ടേലും ഇളകുകയില്ല. കാരണം അതെല്ലാം ഒരു പരിജ്ഞാനം പ്രാപിച്ചതാണ്. എത്രയോ വർഷങ്ങളായിട്ട് വചനം കേൾക്കുന്ന. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ ഒഴിഞ്ഞ കൈ ഉണ്ടോയെന്ന് ദൈവം ഇന്ന് രാത്രി നോക്കുക. ഒഴിഞ്ഞ പാത്രങ്ങളുണ്ടോയെന്ന് ദൈവം ഇന്ന് രാത്രി നോക്കുക. ദൈവത്തിന് ഉപയോഗിക്കാൻ
ദൈവത്തിന് ഉപയോഗിക്കാൻ. കർത്താവെ, ഞാൻ ഒന്നുമില്ലാതെ ഇവിടെ വന്നിരിക്കുന്നു. ഞാൻ ഒരു ഒഴിഞ്ഞ കൈയുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. വേണ്ടതുപോലെ വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയില്ല, വേണ്ടതുപോലെ പൈസ എൻ്റെ കയ്യിലില്ല, വേണ്ടതുപോലെ കഴിവെനിക്കില്ല, വേണ്ടതുപോലെ സൗന്ദര്യം എനിക്കില്ല, വേണ്ടതുപോലെ നിറം എനിക്കില്ലെന്ന് നീ ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് പറയുന്നെങ്കിൽ കർത്താവ് പറയും, നിന്നെയാണ് എനിക്ക് വേണ്ടത്, നിന്നെയാണ് എനിക്ക് വേണ്ടത്. കാരണം മഹത്വം മുഴുവനും ദൈവത്തിനായിരിക്കും. ഞാൻ ഓർക്കുന്നു, ഒരു വിക്കനെ വേണോ 25 ലക്ഷം ജനത്തെ നയിക്കാൻ? 25 ലക്ഷം ജനത്തെ നയിക്കുന്ന ലീഡർ എഴുന്നേറ്റ് നിന്ന് യോഗം പ്രാർത്ഥിച്ചു തുടങ്ങാമെന്ന് പറയാൻ 10 മിനിറ്റ് എടുക്കും. എന്ന് പറഞ്ഞു പോകും. പിടികിട്ടിയില്ലായിരിക്കും. വിക്കുള്ള ആളാണെന്ന് ഈ തുടങ്ങുന്നത്. അപ്പൊ ദൈവം എന്തിനാ ഇങ്ങനെ വെച്ച്? എത്രയോ പ്രാവശ്യം പുള്ളി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഒരു മീറ്റിങ്ങിനൊക്കെ തുടങ്ങാൻ നേരത്തെ ഇങ്ങനെ വാക്ക് കിട്ടാതെ വരും. എൻ്റെ കർത്താവേ, ഇതൊന്ന് മാറ്റി തരണേ, ഇതാ അതിൻ്റെ വിജയം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം യാത്രാമധ്യത്തിൽ വില്യം കേറിയുടെ CD ഒന്നുകൂടെ കണ്ടു. മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ മേടിച്ച് കാണണം കേട്ടോ. OME കിട്ടും വില്യം കേറിയുടെ. സ്തോത്രം. പാവം, നമ്മുടെ അത്രയൊന്നും വിടക്കരല്ലായിരുന്നു പുള്ളി എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, പുള്ളി അവിടെ മുട്ടിച്ചിട്ട് വരുമോ? സ്തോത്രം. കാരണം നമ്മൾ ഇവിടുന്ന് അവിടെ ചെന്നിച്ച് ദൈവം മാനിച്ചെന്ന് പറയുക, പുള്ളി അവിടെ നിന്ന് ഇവിടെ വന്നിച്ച് ദൈവത്തെ അനുസരിച്ചെന്ന് പറയുക. രണ്ടിലാരും ഒരാൾ മണ്ടന അല്ലേ? ആ, സ്വതന്ത്രം. ഓരോ പ്രതിസന്ധി വരുമ്പോഴും ഈ മനുഷ്യൻ മുറ്റത്തിറങ്ങി ദൈവത്തോട് ചോദിക്കും, കർത്താവേ, നീ എന്നെ വിളിച്ചതല്ലേ? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് മാത്രമല്ല ഈ വിഷമമെന്ന്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇവിടെ കിട്ടിയിട്ടില്ല. വിഷയങ്ങൾ കുഴയുമ്പോൾ എനിക്ക് ശരിക്കും ദൈവവിളി ഇല്ലേ എന്ന് സംശയം വന്നിട്ടുള്ളവരുണ്ടോ എന്ന് ചോദിച്ച് കൈ പൊക്കിക്കണോ? വന്നിട്ടില്ലാത്തവരുണ്ടോ എന്ന് ചോദിക്കുന്ന എളുപ്പം. ജീവിതം വഴിമുട്ടുമ്പോൾ ദൈവമേ, യഥാർത്ഥത്തിൽ നീ എന്നെ വിളിച്ചതല്ലേ എന്ന ചോദ്യം വില്യം കേറി കൂടെ ചോദിച്ചു. കർത്താവേ, നീ എന്നെ ഇന്ത്യയിലേക്ക് അയച്ചതല്ലേ? ഞാൻ യഥാർത്ഥത്തിൽ ദൈവവിളിയല്ലേ വന്നത്? പക്ഷേ വില്യം കേറി വരിക്കുന്നവരെ ഈ സംശയം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആർക്കെങ്കിലും ഉണ്ടോ സംശയം? ഉണ്ടോ? ആ മനുഷ്യനെ ദൈവം അയച്ചതല്ല എന്ന് ഇന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? എങ്കിൽ കുറച്ച് വർഷം കൂടെ കഴിയുമ്പോൾ നിന്നെ നോക്കിയിട്ട് നിന്റെ മക്കൾ പറയും, അവനെ ദൈവം അയച്ചതായിരുന്നു. സ്തോത്രം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്നു. ഈ ഉള്ളത് മതി ദൈവത്തിന് തന്നെ ഉപയോഗിക്കാൻ. വില്യം കേറിക്ക് ഒരു ജോലി കിട്ടി. ജോലി ചെയ്യാമോ ഇല്ലയോ എന്ന് കുറേ ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം ഒരു ദർശനത്തിൻ്റെ മനുഷ്യനായിരുന്നു. ആ ദൈവദർശനം അനുസരിച്ച് അദ്ദേഹം കുറച്ചു കാലം ജോലിയോടുകൂടെ വേല ചെയ്യാൻ തീരുമാനിച്ചു. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ പ്രസ് പ്രിന്റ് ചെയ്ത് വെച്ച കടലാസെല്ലാം തീ കത്തുമ്പോൾ അവിടെ കൊണ്ട് ജീവിതം തീർന്നു എന്ന് തോന്നി. കൊച്ചിൻ്റെ ശവം അടക്കുമ്പോൾ ദൈവം കൈവിട്ടെന്ന് തോന്നി. ഭാര്യയുടെ മരണത്തിൽ എല്ലാം തീർന്നെന്ന് തോന്നി. ഒന്നുമില്ലാത്തവനായ ആ മനുഷ്യൻ പിന്നെയും മുന്നോട്ട് പോയി. പക്ഷേ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ഈ വേല ചെയ്യുന്നത്. ഈ ബൈബിൾ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് ആ മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഇതാണോ സുവിശേഷ വേലയെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം വലിയവനാണ്. കയ്യിൽ ഒന്നുമില്ലാതിരിക്കുക. എന്തെങ്കിലും ദൈവം തന്നെങ്കിൽ അതിന് നന്ദി പറഞ്ഞു. വിദ്യാഭ്യാസം തന്നതിന് നന്ദി, പൈസ തന്നതിന് നന്ദി. പക്ഷെ ഇതുകൊണ്ടൊന്നും ദൈവം ആരെയും ഉപയോഗിക്കത്തില്ല. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവനതിനെ ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. നാലാമത്തെ ദൂത്, പരസ്യം വേണ്ടാത്ത നേതാവ്. വാക്യം 6-ന്റെ ഒടുവിൽ അവൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. എനിക്ക് ഈ വാക്യം വായിച്ചപ്പോഴെല്ലാം എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു അതിശയം എന്നാണെന്നറിയോ? ഇവനിത് പറഞ്ഞില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കാതെ വായിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ചിന്തിച്ചൊന്ന് വായിച്ചേ. നിങ്ങൾക്കാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റൂ? ശ്വാസം മുട്ടുകല്ലേ? സിംഹത്തെ ഒന്നും കീറണ്ട. കൊതുകിനെ കൊന്നാൽ നമ്മൾ ഉടനെ പറയും. ശരിയാണോ? ഞാൻ
ഈ ഉറക്കം വരാതിരിക്കാനും കൂടെയാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഇവൻ എന്നാ പറയുന്നറിയാം, സിംഹത്തോട് 1 മിനിറ്റ് നില്ല, വീഡിയോക്കാരോടൊന്ന് പറയട്ടെന്ന് പറയും. എന്നാൽ പിന്നെ വീഡിയോ ജീവിതത്തിൽ എടുക്കേണ്ടി വരികയില്ല. എല്ലാത്തിനും ചുമ്മാ തവിടുകൂടിയാക്കിയിട്ട് സിംഹത്തിന് വഴിക്ക് പോകും. ഇന്നത്തെ രീതി വെച്ച് പറയുക, വീഡിയോ വേണം, കാരണം ഇതിപ്പം ലൈവാ, തൊലിക്കുക, ലോകം മുഴുവൻ കാണട്ടെ, നല്ലതല്ലേ? ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ക്യാമറ വന്നാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞാലേ സിംഹം നിൽക്കുമോ ഇവർ വരുന്നവരെ? ക്യാമറ ഇല്ലാതെ ഒരു കാര്യം നടക്കുകയില്ലാത്തൊരു കാലത്ത് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമുക്ക് 2 ട്രാക്ട് കൊടുക്കാറുണ്ട്, പക്ഷെ ഒരു വീഡിയോക്കാരൻ വരട്ടെ നില്ലേ? ഉലകത്തിലൊരു മനുഷ്യരും അറിയാതെ അധ്വാനിച്ച ഈ സഭകളൊക്കെ ഉണ്ടായത്. പട്ടിണി കിടന്നതും ചുമന്നുള്ളി എളി തിരികൊണ്ട് വീഡിയോ വിസിറ്റിങ്ങിന് പോയതും വീഡിയോയിൽ വന്നിട്ടില്ല. സ്വർഗത്തിൽ കാണും, സ്വർഗത്തിൽ കാണും. അധ്വാനിച്ചതിന്റെ മുഴുവൻ റിപ്പോർട്ട് സ്വർഗത്തിൽ കാണും. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. താൻ ചെയ്തത് അപ്പനോട് എനിക്കും മനസ്സിലായി. ഞാൻ ഈ ചെറുക്കനെ നേരിട്ട് കണ്ടാൽ ചോദിക്കും, എടാ ഇത് എങ്ങനെയാടാ പറയാതിരിക്കുന്നത്? നിനക്ക് ശ്വാസം മുട്ടൽ പോലെ വരുന്നില്ലേ? ഒരു വലിയ കാര്യം ജീവിതത്തിൽ സംഭവിച്ചാൽ അത് രഹസ്യത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ടോ? ഇവൻ പറഞ്ഞില്ല. അയ്യോ, വളരെ ഒരു പവർഫുൾ മൈൻഡ് ആവട്ടോ, പറഞ്ഞില്ല. പക്ഷെ ഇച്ചിരി കഴിയുമ്പം പറയുന്നുണ്ട് ഒരു സഹോദരിയോടെല്ലാം. സ്വതന്ത്രം. അപ്പം എന്തെങ്കിലും ഒന്ന് കണ്ടോണ്ട് ആ പുള്ളി നമ്മൾ വലിയ ആളാണെന്നൊന്നും ധരിക്കരുത്. പുള്ളി നാളെ തന്നെ വീഴാൻ ഒരുങ്ങിയിരിക്കാന്ന് ഓർത്തോണം. പറഞ്ഞില്ല. എന്തായിരിക്കും അതിനകത്തെ മെസ്സേജ്? എന്തുകൊണ്ട് പറഞ്ഞില്ല? എൻ്റെ ഒരു വ്യാഖ്യാനം ഞാൻ പറയാം. എനിക്ക് മനസ്സിലായത്, 1, ഞാനല്ല കീറിയത്, കാരണം എന്നെ എനിക്കറിയാം. ഈ മനുഷ്യരിങ്ങനെ പുകഴ്ത്തി വലിയതാ, ശ്രേഷ്ഠനാ, ശ്രേഷ്ഠനാന്ന് പറയുമ്പോഴും നമുക്കറിയാം നമ്മൾ എന്നാ ഉണ്ടെന്ന്. പിന്നെ എന്നേലും പറഞ്ഞുകൊണ്ടെന്നോർത്ത് മിണ്ടാതിരിക്കുന്നതാണ്. കാരണം നമ്മളെ നമുക്കറിയാവുന്ന അത്രയും ഭൂമിയിൽ ആർക്കെങ്കിലും അറിയാവോ? അല്ല, നമ്മൾ ഇത്രയേ ഉള്ളെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നേ, നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാനല്ല കയറിയത്, പിന്നെ ഞാൻ എന്തിനാ പറയുന്നത്? എന്നെ കൊണ്ട് സിംഹത്തെ കയറാൻ പറ്റുമോ? ചത്ത് കിടക്കുന്ന സിംഹത്തെ കണ്ടാൽ ഞാൻ ഓടും. അപ്പോൾ പിന്നെ ഞാൻ കീറിയത് പറയുന്നത് എന്തിനാ? അതുകൊണ്ടാണ് പുള്ളി പറയാഞ്ഞത്. 2, രണ്ടാമത്തെ കാര്യം എന്നാണെന്നറിയോ? ആരോടാ പറയുന്നത്? തവളെ പോലും കീറിയവർ ഇപ്പം നിലവിൽ സഭയിലില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? പുള്ളിയെ വിളിച്ചിട്ട്, ബ്രദറെ, ഞാൻ ദൈവം ഒരു വലിയ വിടുതൽ തന്നു, ഒരു തിരി കീറിയില്ലേ? മനസ്സിലായി? നിനക്ക് കുറേ ദിവസമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് ഞങ്ങൾ ഈയിടെ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ നീ ഏതോ ദുരുപദേശക്കാരുടെ കൂടെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ആത്മീയം കൂടിയിട്ടുള്ള ഒരു അസുഖം, എന്നാ ഹാലൂസിനേഷൻ, അങ്ങനെ വല്ലതും ആയിരിക്കും. സിംഹത്തെ കീറിയത് പറയുമ്പോഴേ നമുക്കറിയരുത്, അത് നടക്കാത്ത കാര്യമല്ലേ. അപ്പം ഇത് പറഞ്ഞാൽ പ്രൈസ് ലോർഡ് ബ്രദറെ ഇതിലും വലുത് നടക്കുമെന്ന് പറയുന്ന ഒരാൾ നിലവിൽ കമ്മിറ്റിയിലില്ല. ഉണ്ടോ? ഇല്ല. ഇനി ജനിക്കണം. അപ്പം പിന്നെ ആരോടാ ഇത് പറയും? ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? ഇനി അപ്പനോട് പറഞ്ഞാൽ, എൻ്റെ പൊന്നു പോലെ നീ ചെറുപ്പത്തിൽ ഇതുപോലത്തെ പല നുണ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾ പിന്നെ നീ നന്നാവുമെന്ന് ഓർത്താ സൂചിയുടെ വിലയ്ക്ക് വിട്ടത്. നീ ഇപ്പം ഇതിലും വലിയ നുണയായിട്ടാണല്ലോ ലോടാവൻ. അപ്പം ഇനി ആരോടിത് പറയും? ഞാൻ പറയുന്നത്, ഒരു തവളക്കുഞ്ഞിനെയെങ്കിലും കീറിയവനെ കണ്ടിട്ട് വേണം ഇത് പറയാൻ. അതുകൊണ്ട് ഒറ്റ മനുഷ്യനോട് പറഞ്ഞില്ല. പതുക്കെ ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയേ നിങ്ങൾ. അസാധാരണമായ ദൈവ വഴികളെക്കുറിച്ചൊന്ന് പറഞ്ഞു നോക്കിയേ, മുഖം മടുന്ന കാണാം. ഞാൻ 2 ഉദാഹരണം പറയാം. 1, സ്ഥലം പറഞ്ഞു പോയ വിഷയമാവും, കാരണം ഇപ്പം ഇതെല്ലാം ലോകം മുഴുവൻ കേൾക്കും ഈ പ്രസംഗം. അതാ ഒരു കുഴപ്പം. ഇവിടെ ഇല്ലതിൻ്റെ ആൾ, പക്ഷേ വെളിയിലിരുന്ന് കേൾക്കും. ഒരു വലിയ സഭയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നതിനെക്കുറിച്ച് പ്രസംഗിച്ച് യോഗം നിർത്തിയാതിരിക്കാത്ത പോലെ ആരാധിച്ചുകൊണ്ടിരിക്കുക. യോഗം കഴിഞ്ഞ് വീട്ടിലോട്ട് പോണ വഴി ഒരു പ്രധാനപ്പെട്ട ആൾ എന്നോട് ചോദിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഈ പെട്ടെന്ന് മറുപടി കിട്ടുന്നത്? അപ്പോൾ പുള്ളിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ എനിക്കെല്ലാം മതിയായി.
പിറ്റേ ദിവസം ഇനി എന്നെ പ്രസംഗിക്കേണ്ടെന്നുള്ളതിനെ കുറിച്ചായി എൻ്റെ വിഷയം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത് പോലും എല്ലാവരുടെയും മുമ്പിൽ പറയാതിരിക്കുക നല്ലത്. കാരണം ഇവൻ്റെ വിശ്വാസം പോവുക. കാരണം ഇവനെങ്ങും മറുപടി കിട്ടിയതായിട്ട് ഇതുവരെ ഒരു പിടിയില്ല. കാരണം ഇവൻ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. രണ്ടാമത്തെ ഉദാഹരണം കേൾക്കണോ? ബോംബെക്കടുത്ത് ഒരു മിഷണറി, സ്ഥലപ്പേര് മറന്നുപോയി, പട്ടാളത്തിൽ നിന്ന് സുവിശേഷ വേലയിൽ ഇറങ്ങിയ ഒരു ഇൻഡിപെൻഡൻ്റ് സുവിശേഷകൻ. പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ആത്മാക്കളെ നേടുക. അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഈ ദുർഗയുടെ ഓട്ടമൊക്കെ ഉണ്ട്. പുറത്ത് ലഗേജും കെട്ടിക്കൊണ്ട് ആർമിക്കാരൻ മലയെ കൂടി ഓടണം. അതൊരു എക്സസൈസാണ്. ആ ഓട്ടത്തിനിടയിൽ ഈ ലഗേജിനകത്ത് പുള്ളി ട്രാക്റ്റും വെച്ചുകൊണ്ടാണ് ഓടുന്നത്. ട്രാക്റ്റ് വലിയ കുന്നിന് മുകളിൽ ചെന്നപ്പം മരത്തിൻ്റെ മുകളിൽ ഒരു സന്യാസി, അതിലോട് സുവിശേഷം പറയാം, പരസ്യത്തിന് വരികയില്ല, കൺവെൻഷൻ വരികയില്ല. ഈ മനുഷ്യൻ ഈ ബാഗ് അവിടെ ഇറക്കി വെച്ചിട്ട് ഇതൊരു ട്രാക്റ്റ് എടുത്തിട്ട് സന്യാസിയെ വിളിച്ചു. ഹലോ, ഹിന്ദി മനസ്സിലാവുക? ആ മനസ്സിലാവും. ഒരു അത്യാവശ്യ കാര്യം താങ്കളോട് പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ ആർമിയിലാണ്, എനിക്കൊരു ഓട്ടത്തിലാണ്, ഇറങ്ങി വരുമ്പോൾ ഇതെടുത്ത് വായിച്ചേക്കണം, അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ തിരിച്ചു വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. സന്യാസി തിരിച്ച് വിളിച്ച് അവിടെ ചെന്ന് സ്നാനപ്പെട്ടെന്ന്. ഇത് ചർച്ചയിൽ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, കേട്ടോണ്ടിരുന്ന 2-3 പേര് എന്നോട് പറഞ്ഞു, ഈ പുള്ളിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. കാരണം ഇതൊന്നും നടക്കണ കാര്യമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ശിംഷോൻ്റെ വിഷയം. ശിംഷോ മിടുക്കനാ, പറയാഞ്ഞ് നന്നായി പോയി. പറഞ്ഞു പോയെങ്കിൽ പുള്ളിക്ക് അല്ല, ഇവർ 2-3 പേര് കൂടിയിട്ടേടാ അത് ചത്തതായിരിക്കും, അല്ലെങ്കിൽ സിംഹത്തെ പോലെ ഇരുന്നത് നായവനാണ് സാധ്യത എന്ന് പറഞ്ഞ് ഇവനെ കുറേ നേരം കൺവിൻസ് ചെയ്ത് കഴിയുമ്പോൾ ഇവനും തോന്നി ശരിയായിരിക്കും കേട്ടോ, അല്ലെ സിംഹമല്ല, സിംഹമാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റും. അതുകൊണ്ട് പറയാഞ്ഞത് ബുദ്ധിയായിപ്പോയി. അതുകൊണ്ട് വലിയ ദൈവപ്രവർത്തികൾ പറയണ്ടെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ബോധ്യം. മറ്റേ ഞാനിതെല്ലാം വിളിച്ചു പറയുമായിരുന്നു, പറയണ്ട. കാരണം ഇതിൻ്റെ ഒന്നും 5 മൈൽ താഴെയാണ് നിൽക്കുന്ന ആളുകൾ, പിന്നെ ഇതിന് ഇതെല്ലാം പറയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശിംശോൻ പറഞ്ഞില്ല. ഞാനിത് പറഞ്ഞ് എൻ്റെ ആഴം പറയാം. നിങ്ങളുടെ മുത്തുകളെ പന്നയുടെ മുമ്പിലിടരുത്. ദൈവപ്രവർത്തികൾ ഷെയർ ചെയ്യണമെങ്കിൽ അതുപോലെ ദൈവപ്രവർത്തി അനുഭവിച്ചവരെ കണ്ടുപിടിക്കണം. എന്നിട്ട് അവരോട് പറഞ്ഞാൽ നിനക്കകത്ത് തീ കത്താൻ തുടങ്ങും, നിന്റെ അകത്ത് തീ കത്താൻ തുടങ്ങും. നിന്നെപ്പോലെയുള്ള ദൈവിക അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരെ കണ്ടെത്തിയിട്ട് അവരോട് ഇതൊന്ന് പങ്കിട്ട് നോക്ക്. പെട്ടെന്ന് തീ മിന്നുന്നത് പോലെ തോന്നും, പെട്ടെന്ന് സ്പാർക്കിംഗ് അനുഭവപ്പെടും. അപ്പോൾ ഒരു ഭയങ്കര എനർജി അനുഭവപ്പെടും. ഓ, അതിനാ കൂട്ടായ്മ എന്ന് പറയുന്നത്, അതിനാ കൂട്ടായ്മ എന്ന് പറയുന്നത്. ദൈവം നടത്തിയ അനുഭവങ്ങൾ, ദൈവം തൊട്ട അനുഭവങ്ങൾ, ദൈവത്തെ തൊട്ട അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ അനുഭവിച്ച ദിനങ്ങൾ പങ്കിട്ടാൽ തീ പടരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 5 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു, രാജസ്ഥാനിൽ നിന്നൊരു ദൈവദാസൻ സന്ദർഭവശാൽ പിറവം ചർച്ച വന്നു. പുള്ളി എന്നെ ഫോൺ ചെയ്തു, പാസ്റ്റർ രാജസ്ഥാനിലൊക്കെ വന്ന് പ്രസംഗിച്ചിട്ടുള്ളതല്ലേ, പാസ്റ്ററുടെ സഭയിൽ ഒരു സഭായം കൂടാൻ വരിക എന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞു. പുള്ളിക്ക് സമയം കൊടുത്തു. പുള്ളി ദൈവത്തിൻ്റെ ഒരു അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് വിശ്വാസമാണ്, ഭയങ്കര വിശ്വാസമാണ്. പക്ഷേ ഇടയ്ക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചു പോയാൽ നടക്കാൻ സാധ്യതയില്ല. ഇവിടെ ചർച്ചിലൊരു പെങ്കൊച്ചിനെ ഹെർണിയയുടെയോ മറ്റെന്തിൻ്റെയോ ഒരു ഓപ്പറേഷന് വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ആ ഓപ്പറേഷനിൽ ആ കൊച്ചിൻ്റെ ഗർഭപാത്രം ഇവർ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു. അത് കണ്ടെത്തി, അവർ സമ്മതിച്ചു, അതെല്ലാം കേസൊക്കെ തീർന്നു. ഈ കുട്ടി ഗർഭിണിയാവുമോ? ഈ കുട്ടിയെ കെട്ടിക്കാൻ പറ്റുമോ? പറ. ഈ കുട്ടിയുടെ അമ്മയോട് ദൈവാത്മാവ് പറഞ്ഞു, ഒറ്റയ്ക്ക് വിശ്വാസം എന്നൊരു സഹോദരിയാണ്. റോമർ 4 വായിക്കാൻ പറഞ്ഞു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇത് എല്ലാവരുടെയും കാര്യമല്ല. ദൈവം ഒരാൾ സംസാരിച്ചാലേ ഇത് നടക്കത്തുള്ളൂ. വിശ്വാസം കേൾവിയാലും ദൈവത്തിൻ്റെ ഒരു വചനത്താലെന്നാണെന്ന് ഒരു വ്യാഖ്യാനം കഴിഞ്ഞ ദിവസം വായിച്ചു. ദൈവത്തിൻ്റെ വചനത്താൽ എന്ന് പറഞ്ഞാൽ നിന്നോട് ഇടപെട്ട വചനത്താൽ, അതിനകത്തേ വരത്തുള്ളൂ, അല്ലാതെ കുത്തിയിരുന്ന് വായിച്ചാൽ വരികയല്ല. നിന്നോട് ഇടപെട്ട വചനത്തിലൂടെയാണ് വിശ്വാസം വ്യാപരിക്കുന്നത്. അപ്പം കൊച്ചു വായിക്കാൻ തുടങ്ങി. അമ്മ കൊച്ചു വലുതായി. കല്യാണാലയം വന്നപ്പോൾ മോള് പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ എന്തിനാ കെട്ടിക്കുന്നത്, ഒരുത്തരെ ചതിക്കുന്നത് എന്തിനാ?
നിന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കും, നിനക്ക് കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, ഇത് കേൾക്കാൻ രസമാണ്, അനുഭവിക്കുമ്പോഴല്ലേ എൻ്റെ ബുദ്ധിമുട്ടറിയുന്നത്. സോദർ, അവൾ പഠിച്ചു, അവൾ ടീച്ചറായി എന്നെൻ്റെ ഓർമ്മ. കല്യാണം കഴിപ്പിച്ചു അല്ലേ? അതെ. സ്കൂളിൽ വെച്ചേ ഈ സഹോദരി തല ഇറങ്ങി വീണു. അവരെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. പെട്ടെന്ന് ഹസ്ബൻഡിനെ ഫോൺ ചെയ്ത് വരുത്തി. ഡോക്ടർ ചോദിക്കുക, എടോ ഗർഭിണിയായ ഭാര്യയെ ശ്രദ്ധിക്കണ്ടേ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സ്കൂളിൽ പോയപ്പോഴേ തലയിറക്കം വന്നു. തലയിറക്കം ഗർഭപാത്രമില്ലാത്ത ആൾ ഗർഭിണിയാവുമോ? ഗർഭപാത്രം ഇല്ലാത്ത ആൾ ഗർഭിണിയാവുമോ? അതുകൊണ്ട് തലയിറക്കം വേറെ അസുഖമാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പറഞ്ഞ ആൾ പ്രസവത്തിന് സമയം എടുത്തോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇതിൻ്റെ പേരാ ദൈവം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഈ സേവിക്കുന്നത്, ഇതിനെയാണ് നമ്മൾ ഈ ആരാധിക്കുന്നത്, ഇതിനെയാണ് നമ്മൾ മഹത്വപ്പെടുന്നത്. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ഒരുപാട് പേരൊന്നും ഇല്ലേലും ഇടയ്ക്കിടയ്ക്കൊക്കെ 1-2 ഉണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തി ഒന്ന് കൈ കൊടുത്താൽ ചിലപ്പോൾ കറണ്ട് അടിക്കും. എന്നാൽ ചിലത് കൈ കൊടുത്താൽ അന്നത്തെ ദിവസം പോയി കിട്ടും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നില്ലേ നമുക്ക് ഈ സഭയിൽ നിൽക്കാനൊക്കെയില്ല. വിശ്വാസം വർദ്ധിച്ചില്ലെങ്കിൽ ഈ ചർച്ചയിൽ നമുക്ക് നിൽക്കാനൊക്കെയല്ലോ. അതുകൊണ്ട് നിങ്ങൾ 24 മണിക്കൂറും പ്രാർത്ഥിക്കണം, കർത്താവേ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഇപ്പം യോഗം തീരാൻ പോവുക. കുറേ നേരം ഇങ്ങനെ കൊള്ളാം, പുതിയ കുറേ പോയിന്റ് കിട്ടും, അത് മതിയോ? ദൈവശക്തി നമുക്ക് ശരീരത്തിൽ നിന്ന് അറിയാതെ ഇന്ന് ഇവിടുന്ന് പോകാൻ പാടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. സ്തോത്രം. പക്ഷേ മെസ്സേജിൻ്റെ പ്രധാന ഭാഗം വരുന്നേ ഉള്ളൂ. 5-ാമത്തെ കാര്യം എന്നാണെന്നറിയോ? മാതൃകയാകാൻ കഴിയാതെ പോയ ഒരു ലീഡർ. അതോടെ പറയുമ്പോഴേ മെസ്സേജ് തീരത്തുള്ളൂ. ശിവശാലിനെ നമുക്ക് മാതൃകയാക്കാവോ അച്ഛാ? അപ്പോൾ പിന്നെ എന്തിനാ എത്ര നേരം പുള്ളിയുടെ കാര്യം പറഞ്ഞത്? ഞാൻ പുള്ളിയുടെ കാര്യമല്ല പറഞ്ഞത്, അഭിഷേകത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പുള്ളി ആരുമല്ല, പുള്ളിയുടെ മേൽ വ്യാപരിച്ച അഭിഷേകം വലുതാ. പക്ഷേ ഈ മനുഷ്യനെ നമുക്ക് മാതൃകയാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഒരു സമയത്ത് ഒരു പ്രസംഗം ചെയ്തതുകൊണ്ടോ ഒരു വീര്യപ്രവൃത്തി ചെയ്തതുകൊണ്ടോ അയാളെ നമുക്ക് മാതൃകയാക്കാനൊന്നും പറ്റുകയില്ല. ശിംശോന്റെ ജീവിതം പഠിച്ചാൽ അവനെ പോലെ ആരും ആകരുത്. അപ്പം മാതൃകയാകാൻ കഴിയാതെ പോയ ഒരു നേതാവ്, നേതൃത്വം അടുത്ത തലമുറയ്ക്ക് മോഡലായിരിക്കണം. വീര്യപ്രവർത്തികൾ ചെയ്തോ ചെയ്തില്ലയോ, അടുത്ത തലമുറയ്ക്ക് അവൻ മോഡലായിരിക്കണം. ഈ മനുഷ്യൻ മാതൃകയല്ല. ഈ മനുഷ്യനെ അടുത്ത അധ്യായത്തിൽ ചെല്ലുമ്പം അവൻ അവിടെ ഒരു വേശ്യയെ കണ്ടു, പുള്ളിക്കാരത്തിൻ്റെ കൂടെ ഒരാഴ്ച കൂട്ടായ്മ. അത് കഴിഞ്ഞ് അപ്പുറം ഇന്ന് വേറൊരു സൗകര്യം കണ്ടു, അമ്മ അതിനെയും കല്യാണം കഴിച്ചു. പുള്ളി ഇതിനടിമയായിരുന്നു. ഈ ശുശ്രൂഷ ഉള്ളത് കൊണ്ട് ബന്ധങ്ങളുണ്ടാവും. എല്ലായിടത്തും കൈ കൊടുക്കാനും ഞാൻ അത്രേ പറയുന്നുള്ളൂ. മിങ്കിൾ ചെയ്യാൻ പറ്റിയൊരു ശുശ്രൂഷയായത്. ലോകത്തിൽ വേറെ ആർക്കും ഇങ്ങനെ വീട് വിസിറ്റ് ചെയ്യാനോ വീടുകളിൽ പോയി കിടക്കാനോ തൊടാനോ ഒന്നും അവകാശമില്ല. ഭൂമിയിൽ ഒരു ജോലിക്കാർക്കും പറ്റത്തില്ല. ഡോക്ടർക്കും പാസ്റ്റർക്കേ പറ്റുള്ളൂ. ഡോക്ടർക്കൊക്കെ തൊട്ട് നോക്കാം, പാസ്റ്റർക്കും പറ്റും. കൈവച്ച് പ്രാർത്ഥിക്കുകയാണല്ലോ. തുറന്നങ്ങ് പറയുക, വിഷമമൊന്നും തോന്നരുത്. ഈ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്ത ഈ മനുഷ്യൻ രഹസ്യത്തിൽ ആരായിരുന്നു? ജഡീകനായിരുന്നു. അകത്ത് മുഴുവനും നാറുന്ന സ്വപ്നങ്ങളുമായിട്ടാണ് ഈ മീറ്റിങ്ങിനിടയിലും പുള്ളി. തിരിയുന്നുണ്ടോ ഞാൻ പറയുന്നത്? വൃത്തികെട്ട ഭാവനകൾ അകത്ത് വെച്ചോണ്ടാ ഈ നടപ്പ്. അപ്പൊ നമ്മൾ ചോദിക്കും, ദൈവം പിന്നെ എന്തിനാ ഈ അഭിഷേകത്തിന് കൊടുത്തത്? ദൈവത്തിന്റെ മഹാകരുണയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
അതിന് നമ്മൾ ശിംശോൻ എന്തിനാ ഈ അഭിഷേകം കൊടുത്തതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഞാനൊരു എളുപ്പവഴി പറയാം. പിണങ്ങാതിരുന്നാൽ മതി. നിനക്കെന്തിനാ ഈ അഭിഷേകം തന്നതെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ വിഷയം ഏറെക്കുറെ ഉത്തരം വന്നില്ലേ? പെട്ടെന്ന് വന്നില്ലേ? വരും. നമ്മളും ഇതിനേക്കാൾ വലിയ മെച്ചമൊന്നുമല്ല. അത്ര അവസരങ്ങളില്ലാത്തതുകൊണ്ടല്ലേ. അതുകൊണ്ടേ ആരും വിജയിച്ചിട്ടില്ല. സ്വതന്ത്രം. വളരെ വൃദ്ധനായി വാർദ്ധക്യത്തിൽ അവിവാഹിതനായി ജീവിച്ച ഒരു ഭക്തനോട് ഇൻ്റർവ്യൂ ചെയ്തു. ഇങ്ങനെ ഈ അവിവാഹിതനായിട്ട് ഇത്രയും കാലം ജീവിച്ചതിനെക്കുറിച്ച് ആ വിജയരഹസ്യം ഒന്ന് പറയാമോ? വിജയരഹസ്യം. പുള്ളി ഇച്ചിരി തമാശ പറയുന്ന ആളാ. പുള്ളി പറഞ്ഞ വിജയരഹസ്യം കേൾക്കണോ? ആഗ്രഹം ഉണ്ടായപ്പോൾ അവസരം കിട്ടിയിട്ടില്ല, അവസരം കിട്ടിയപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ടില്ല. അയ്യോ, ഇതൊക്കെ ഇങ്ങനെ പറയാമോ? അയ്യോ, പിന്നെ എല്ലാം പറയാതിരുന്ന എങ്ങനെ? അപ്പോൾ ഇതൊന്നും ആരും അത്ര 100% ജയിച്ചൊന്നും അല്ല നിൽക്കുന്നത്. അതുകൊണ്ട് കരയണം, ദൈവകൃപയിൽ ആശ്രയിക്കണം. ഒരു മാതൃകാ ജീവിതം നയിച്ചില്ലെങ്കിൽ ഒരു ദിവസത്തെ അത്ഭുതം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഒരു വീര്യപ്രവൃത്തി കൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ അഭിഷേകം നിനക്ക് തന്നത് സിംഹത്തെ കീറാൻ മാത്രമല്ല, നിന്നിൽ വ്യാപരിക്കുന്ന അശുദ്ധ ചിന്തയെ കീറാനും കൂടെയാ, പാപത്തെ ജയിക്കാനും കൂടിയാ ഈ അഭിഷേകം തന്നത്. നിന്നിൽ വ്യാപരിക്കുന്ന ചീത്ത ആഗ്രഹങ്ങളെ മരിപ്പിക്കാനും കൂടിയാണ് ഈ അഭിഷേകം തന്നത്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. ഇത് പറഞ്ഞാൽ പോരല്ല. ദൈവശക്തി നമ്മളിലൊന്ന് വ്യാപരിക്കാനായിട്ട് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ. പ്രിയരെ, ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, വാതുറന്നൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് നിങ്ങളുടെ മേലൊരു അഭിഷേകം ഇന്ന് രാത്രി അയക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് അങ്ങനെ ഒരു പ്രേരണ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വില കൂടിയത് ആത്മശക്തിയാണ് കേട്ടോ. ഏറ്റവും വില കൂടിയത് ആത്മശക്തിയാണ്. ഇത് നിങ്ങളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കും. ഇത് നിങ്ങളെ ശാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കും. നിന്നെ അലട്ടുന്ന ആ പ്രോബ്ലം എത്ര ടണ്ണുണ്ടോ അതിനേക്കാൾ നിന്നെ ശക്തനാക്കും. ബലഹീന മനുഷ്യന്റെ മേൽ ആത്മശക്തി വന്നാൽ അവൻ സിംഹത്തെക്കാൾ ബലവാനായി തീരുമെന്ന ദൂത് ഇന്ന് രാത്രി കൃത്യമായി എടുത്തുകൊള്ളുക. ബലഹീന മനുഷ്യന്റെ മേൽ ദൈവശക്തി വന്നാൽ അവൻ സിംഹത്തെക്കാൾ ബലവാനായി തീരും. കയ്യിൽ ഒന്നുമില്ലാതിരിക്കുക അവൻ അതിനെ ആട്ടിൻകുട്ടിയെ പോലെ വലിച്ചീറിക്കളഞ്ഞു. ഇത്രമാത്രം ശക്തി ആത്മശക്തിക്കുണ്ടെങ്കിൽ, അഭിഷേകത്തിനുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവം ഇനി എത്ര ഉപയോഗിക്കാൻ പോകണം. ഇതൊന്നും അല്ല കേട്ടോ. ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെട്ടാൽ ഇന്ന് വരെ നീ ഭാവനയിൽ കണ്ടിട്ടില്ലാത്ത മണ്ഡലത്തിൽ ദൈവത്തിന് തന്നെ ഉപയോഗിക്കാൻ കഴിയും. അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെ നിന്റെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങും. നീ ചോദിച്ചതും ചോദിക്കാത്തതും ദൈവം നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരാൻ പോകുന്നു. കാല് വെക്കുന്നിടത്തെല്ലാം ദൈവിക വിടുതലുകൾ നടക്കാൻ പോകുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. അല്പനേരം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ആത്മശക്തി ഏറ്റെടുത്താട്ടെ. കർത്താവേ, ജനത്തിന്റെ മേൽ നിന്റെ ആത്മാവിനെ പകരണമേ. പിശാചിനാൽ ആക്രമിക്കപ്പെട്ട് മുറിവേറ്റിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മുറിവുണക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി പകരണമേ. മനസ്സ് നൊന്തി പന്തറിൽ വന്നിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ മുറിവുണക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി പകരണമേ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തി ഇപ്പോൾ അയക്കണമേ. മുത്ത് 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 ദൈവിക മുത്തുകൾ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. വില കുറഞ്ഞതിന്റെ പുറകെ മുത്താണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നതെല്ലാം അവസാനിപ്പിച്ചിട്ട് വിലയേറിയത് ഇന്ന് രാത്രി കണ്ടെത്തട്ടെ ദൈവശക്തി. കർത്താവേ, അസ്ഥികൾ ജീവിക്കേണ്ടതിന്
ഈ അസ്ഥികളുടെ മേൽ ഊതുക. അസ്ഥി അസ്ഥിയോട് ചേരട്ടെ, മാംസവും ഞരമ്പും പിടിക്കട്ടെ. അതൊരു വലിയ സൈന്യമായി എഴുന്നേൽക്കട്ടെ. വിശുദ്ധ സന്തതി എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ പ്രതീക്ഷ ഈ ജനത്തിലൂടെ വെളിപ്പെടട്ടെ. കർത്താവേ, പെന്തക്കോസ്തിന്റെ അനുഭവം ഒന്നുകൂടെ ഞങ്ങൾക്ക് ഉണക്കി തരണമേ. മാറാത്ത രോഗികൾ സൗഖ്യമാകട്ടെ. അഴിയാത്ത ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. യേശുവിന്റെ നാമത്തിന് ശക്തി വെളിപ്പെട്ടു വരട്ടെ. കുറവുകളുള്ള മനുഷ്യനെ, പോരായ്മയുള്ള മനുഷ്യനെ, ജഡസ്വഭാവമുള്ള മനുഷ്യനെ അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായി നന്ദി പറയുന്നു. അതിന്മേൽ ഒരു ജയമെടുത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ ഇന്ന് രാത്രി നിന്ന് ജനത്തെ അഭിഷേകം ചെയ്യണമേ. ഈ യുവജന നേതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ വചനത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഇന്ന് രാത്രി മാറട്ടെ. അവരുടെ കണ്ണുകളിൽ നിന്ന് ചെതുമ്പൽ ഇന്ന് രാത്രി താഴെ വീഴട്ടെ. അഭിഷേകത്തിന്റെ ഒരു പുത്തൻ അനുഭവം ഇന്ന് രാത്രി നൽകണമേ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. കരങ്ങളടിച്ച് ഒന്ന് രണ്ട് കോറസ് നമുക്ക് ചേർന്ന് പാടാം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവമ്പോൾ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ കരങ്ങളടിച്ച് ചേർന്ന് പാടാം. ദൈവശക്തി നിങ്ങളിൽ വരുവാനായിട്ട് നിങ്ങളൊന്ന് പൂർണ്ണമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അസാധാരണമായിട്ട് ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മറ്റൊന്നിനും വേണ്ടിയല്ല. ആത്മശക്തി കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്കൊരു ആത്മശക്തിയുടെ പുതുക്കം വേണമെന്ന് പറയുന്നവർ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. പ്രിയ കർത്താവേ, മനസ്സലിയണമേ. കുറവുകളുള്ള മനുഷ്യനെ ആത്മശക്തിയാൽ തികവുറ്റവനാക്കി ഉപയോഗിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ. ശിംശോൻ പല പോരായ്മകളുള്ളവനായിട്ടും ദൈവം അവനെ ഉപയോഗിച്ചല്ലോ. അവനത് വേണ്ടവണ്ണം തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് അവന്റെ അന്ത്യം മോശമായി പോയി. ഇന്ന് രാത്രി ഞങ്ങൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുമുമ്പിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങൾക്കൊരു ആത്മശക്തി തരണം കർത്താവേ. ഈ തലമുറയിലെ വെല്ലുവിളികളെ ഏറ്റെടുക്കുവാൻ, ഈ തലമുറയിൽ ദൈവപ്രവർത്തിക്ക് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവശക്തി ജനത്തിന് മേൽ പകരണമേ. ദൈവശക്തി ജനത്തിന് മേൽ പകരണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ കരങ്ങളടിച്ച് പാടാം. അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാക്കാവേ അമിതബലം തരണേ. ആദിയിലെന്ന പോലാക്കാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടും സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടും സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. മഴയെ വീണ്ടും അയക്കണമേ. ജനമുണർന്നിടുവാൻ. മഴയെ വീണ്ടും അയക്കണമേ. ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ഓ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവമോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവമോ
ലോകത്തിൽ നടന്നിടുവാൻ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ ലോകത്തെ മോഹം വിട്ടോടിയിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ ലോകത്തെ മോഹം വിട്ടോടിയിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടൊന്ന് സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ ധീരതയോടൊന്ന് സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു കൃപകളും മരങ്ങളും തൊലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ കൃപകളും മരങ്ങളും തൊലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു 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 സബരബാരിക്കശബരഗാരി തുടരബരേരാ സബരഗന സന്തലവോടഗനന്ദന സന്തലവാരിക്കന തുടരബരന്ദന തുടരബാരിക്കന സന്തലവാരിക്കന ശിഖരബാരിക്കന സന്തലവോടഗനന്ദന സന്തലവസിക്കന തുടരബാരിക്കന സന്തലവാരിക്കന സന്തലവോടേര സന്തലവോടഗനന്ദന തുടരവസന്ദന ശിഖരബാരിക്കന തുടരബാരിക്കന സന്തലവോടഗനന്ദന ഉടവോടഗനന്ദന ശിഖരബാരിക്കന തുടരവസന്ദന സന്തലവോടഗനന്ദന തുടരവസന്ദന ശിഖരബാരിക്കന സന്തലവോടേര തുടരബാരിക്കന ശിഖരവസന്ദന തുടരബാരിക്കന സന്തലവോടഗനന്ദന ഉടവോടഗനന്ദന സന്തലവോടഗനന്ദന തുടരബാരിക്കന സന്തലവാരിക്കന സന്തലവാരിക്കന ശിഖരബാരിക്കന സന്തലവാരിക്കന സന്തലവോടഗനന്ദന സന്തലവോടഗനന്ദന ഉടവോടഗനന്ദന ശിഖരബാരിക്കന സന്തലവാരിക്കന സന്തലവാരിക്കന സന്തലവോടഗനന്ദന ശിഖരബാരമന ഹന്തലവേ തുടരവസന്ദന ശിഖരവസന്ദന തുടരബാരിക്കന സന്തലവോടഗനന്ദന സന്തലവാരിക്കന തുടരബാരിക്കന സന്തലവാരിക്കന ശിഖരബാരിക്കന തുടരബാരിക്കന ശിഖരബാ സന്തലവോടഗനന്ദന 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 സന്തലവോടഹവാര ഉടവലവോടഗസന്ദന ഉടവലവോടഗനന്ദാരെ ശിഖരബ ഹന്ദാര സന്തലവോടഹികന ഉടവലവോടഹരികനാര ഉടവലവോടസി ഓ സർവനവദികന സന്തലവാരിക്കന കനമല ഹന്ദാര കാരിക്കന വസിക്കന തുടരബാരിക്കന സന്തലവ ഉടവലവോടഗനന്ദന ഉടവലവോടഗനന്ദേരെ ശിഖരബ ശിഖര തുടരബാരന്ദന സന്തലവോടസിക്കലെ ശിഖരവസന്ദന തുടരബാരിക്കന സന്തലവസിക്കന സന്തലവോട ഹന്ദാര ഉടവലവോടഗനന്ദന തുടരബസിക്കന ഹന്ദാരബ ദോശവരബാരിക്കന ഹന്ദാരബര സന്തലവാരിക്കന സന്തലവോടഗനന്ദന സന്തലവോട ഹന്ദാന ശിഖരവസന്ദന ശിഖരവ തുടര സന്തലവാരിക്കന സന്തലവാരിക്കന Hallelujah, hallelujah, hallelujah,